الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا كريم. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി രഹസ്യജീവിതത്തെയും പരസ്യജീവിതത്തെയും മുന്നോട്ട് കൊണ്ടുപോകണേ എന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ദീനിൻ്റെ പേരിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു എൻ്റെയും നിങ്ങളുടെയും ഹൃദയമൊക്കെ വൃത്തിയുള്ള ഹൃദയമാക്കി തീർക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള കുറച്ച് ദിവസങ്ങൾ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കഴിയുന്ന ആളുകളെല്ലാം എഴുതിയെടുക്കണം തന്നെയാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. കേവലം ഒരു റമദാൻ ക്ലാസ് കേട്ടു പോകുന്നതിനപ്പുറത്ത് കഴിയുമെങ്കിൽ എഴുതിയെടുക്കുക. ഇതിൻ്റെ റെക്കോർഡിംഗ് ഉണ്ടാകും. എന്നാലും നമ്മളൊരു ക്ലാസ് കേൾക്കുമ്പോൾ എഴുതിയെടുക്കുമ്പോൾ കിട്ടുന്നൊരു കാര്യമുണ്ടല്ലോ, കഴിയുന്നവരത് ചെയ്യുക, അല്ലാത്തവർ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക്. അഅ്മാലുൽ ഖുലൂബ് എന്നാണ് ഇതിന് പേര് കൊടുത്തത്. ഹൃദയങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്നാണ്. നമുക്ക് പുറത്തുള്ള നമ്മുടെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ഹൃദയത്തിന് ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതനുസരിച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നമ്മൾക്കുള്ള സ്ഥാനം നിർണയിക്കപ്പെടുക. അള്ളാഹുവിൻ്റെ നോട്ടം ഹൃദയത്തിലേക്കാണ് എന്നൊക്കെ നമുക്കറിയാം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇതിനെ നമ്മൾ അവലംബമാക്കുന്ന ഗ്രന്ഥം ബഹുമാന്യ പണ്ഡിതൻ ഷെയ്ഖ് ഖാലിദ് ബിൻ ഉസ്മാൻ അസ്സബ്ത്ത് ഹഫിളഹുള്ളയുടെ, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പഠനമാണ് ഇതിൻ്റെ ഒരു അവലംബമായി എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു കിതാബ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഈ കിതാബിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വിഷയത്തിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഏറ്റവും നല്ല ഗ്രന്ഥങ്ങളിൽപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ഇത് ഏകദേശം 2 വാള്യങ്ങളിൽ 1500ഓളം പേജുകൾ ഈ കിതാബിലുണ്ട്. നമുക്ക് ഏകദേശം ഒരാഴ്ച കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റാത്ത അത്ര അമൂല്യമായ നിധികളെന്നൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഗ്രന്ഥത്തിലുണ്ട്. എന്നാലും നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിൽ ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ പറയുകയാണ്. ഇന്ന് നമ്മൾക്ക് ഈ ഒരു വിഷയത്തിൻ്റെ ആമുഖം എന്നുള്ള നിലക്ക് കുറച്ച് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതിനെ പരിചയിക്കണം. അതിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴുകി വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഹൃദയങ്ങൾ കേടുവന്നു പോകും. ഇടയ്ക്കിടയ്ക്ക് നോക്കിയാലേ നമ്മുടെ ഹൃദയം ശരിയായി കിട്ടുള്ളൂ.
കാരണം നമ്മുടെ ഹൃദയം നന്നായി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ അവയവങ്ങളും നന്നാകും. ഹൃദയം കേടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ അവയവങ്ങളും കേടുവരും. അങ്ങനെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. നമുക്കൊക്കെ ഒരു ആശ്വാസകരമായ റബ്ബിൻ്റെ തൃപ്തി കിട്ടുന്ന ഒരു ഈമാനികമായ ഒരു അവസ്ഥ ലഭിക്കുന്ന ഒരു നല്ല ഈമാനുള്ളൊരു ജീവിതം എല്ലാവരും ആഗ്രഹിക്കും. എല്ലാവർക്കും നല്ലൊരു ഈമാനുള്ള മുഅ്മിനാകണം. അത്രത്തോളം നിസ്കാരത്തോടൊക്കെ താല്പര്യമുള്ള, അതേപോലെ തന്നെ നോമ്പിനോട് താല്പര്യമുള്ള, എല്ലാ കർമ്മങ്ങളോടും നല്ല താല്പര്യവും, അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെതായ കാര്യങ്ങളോട് ഭയങ്കര ആവേശം തോന്നുന്നൊരു ഹൃദയം വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും. അങ്ങനെ ഒരു ആഗ്രഹം നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ ഈ വിഷയം കൂടുതൽ ശ്രദ്ധിക്കണം. നമ്മുടെ ഹൃദയം, അതിൻ്റെ അവസ്ഥകൾ, അതിൻ്റെ രോഗം, അതിൻ്റെ ആരോഗ്യം, അതിൻ്റെ ശക്തി, അതിൻ്റെ ദുർബലത, ഇതൊക്കെ നമ്മൾ നല്ലവണ്ണം പഠിച്ചിരിക്കണം. അതുകൊണ്ട് അനിവാര്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ പുറത്തുള്ള നമ്മളുടെ കർമ്മങ്ങൾ, നമ്മൾ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന, നമ്മുടെ കൈകാലുകളെ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് നമ്മുടെ ഉള്ളിലുള്ള കർമ്മത്തിൻ്റെ ശ്രേഷ്ഠത. ഒരാൾ നിസ്കരിക്കും, നമ്മളെല്ലാവരും ഇപ്പോൾ നിസ്കരിച്ചു, ലോഹർ നിസ്കരിച്ചു. ലോഹർ നിസ്കരിക്കുന്നതിന് ഒരാൾ, ഇപ്പോൾ എല്ലാവരും വലിയ റമദാൻ മാസം ആയതുകൊണ്ട് പള്ളിയിൽ പോവുകയാണ്. അപ്പോൾ ഞാൻ പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും എന്നാണ് ഒരാളുടെ ഹൃദയത്തിലെ തോന്നലെങ്കിൽ, ആ തോന്നൽ കൊണ്ടാണ് പള്ളിയിൽ വന്നതെങ്കിൽ, അല്ലാതെ അള്ളാഹുവിന് വേണ്ടി ഭാഗത്തെടുക്കുക എന്നുള്ളതല്ല, മൊത്തത്തിൽ ജനങ്ങളൊന്ന് കാണിച്ചു പോവുക എന്നുള്ളതാണ് ലക്ഷ്യം. അല്ലാതെ നമ്മളങ്ങനെ ആക്കാതിരിക്കട്ടെ. അതാണ് ലക്ഷ്യമെങ്കിൽ ആ കർമ്മം അതോടെ ബാത്തിലാണ്. കാരണം നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങളെ കൊണ്ടാണ് നമ്മുടെ പുറത്തുള്ള കർമ്മങ്ങൾ വരെ നിർണ്ണയിക്കപ്പെടുന്നത്. ഹൃദയത്തിലാണ് നമ്മുടെ ഉദ്ദേശമുള്ളത്. അതുകൊണ്ടാണ് അതിൻ്റെ പ്രത്യേകത നമ്മളെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിക്ക് ഒരു ആയത്ത് ഓതി കൊടുത്ത നമുക്ക് എല്ലാവർക്കും അറിയാം. സൂറത്തുൽ മുഅ്മിനൂനിലെ 60-ാമത്തെ ആയത്ത്, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. ഈ വിശ്വാസികളുടെ ഗുണങ്ങൾ പറയാണ്. നല്ല വിശ്വാസികളുടെ ഗുണം എന്ന് പറഞ്ഞാൽ അവർ സ്വതക്ക കൊടുക്കുമ്പോൾ പോലും അവർക്ക് പേടിയായിരിക്കും. ഖുലൂബുഹും വജില, അവരുടെ ഹൃദയങ്ങൾ വിറകൊള്ളുന്ന ഹൃദയമായിരിക്കും. അപ്പോൾ ആയിഷ ബീവി ചോദിക്കും, എന്താണ് അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ അവരെന്തെങ്കിലും മോശം ചെയ്തോ എന്തെങ്കിലും? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദീന യസൂമൂൻ വയുസല്ലൂൻ വയതസദ്ദഖൂൻ, അവർ നിസ്കരിക്കുന്നവരും നോമ്പ് വെക്കുന്നവരും അതേപോലെ തന്നെ സദഖ കൊടുക്കുന്നവരൊക്കെ തന്നെയാണ്. വഹും യഖാഫൂന അല്ലാ തുഖ്ബല മിൻഹും, ഇതെന്നിൽ നിന്ന് സ്വീകരിക്കുമോ സ്വീകരിക്കില്ലേ എന്നുള്ള പേടിയാണ് അവർക്ക്. ഇതെവിടുന്ന? ഈ പേടി ഹൃദയത്തിലാണ്. അതാണ് ഹൃദയത്തിൻ്റെ കർമ്മങ്ങൾക്ക് അത്ര പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, ഹൃദയത്തിൻ്റെ കർമ്മങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഒരാൾ എന്തിനാണ് നീ ഇഖ്ലാസോടെ കർമ്മങ്ങൾ ചെയ്യുന്നത്? എന്താണ് ഇത്ര നല്ല നീയത്തോടെ കർമ്മം ചെയ്യാനുള്ള കാരണം? നല്ല ശുദ്ധമായ നീയത്തോടെ നീ കർമ്മം ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അയാൾ പറയുക, എനിക്കെൻ്റെ അള്ളാഹിനെ അത്ര ഇഷ്ടമാണ്. അപ്പോൾ മഹബത്ത്, സ്നേഹം, ഇത് ഹൃദയത്തിൻ്റെ കർമ്മമാണ്. ഇതൊക്കെ ആരെ കാണുള്ളൂ? അള്ളാഹു മാത്രമേ അറിയുള്ളൂ. നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. നമ്മളുടെ കൂടെ കിടക്കുന്ന നമ്മളുടെ ഭാര്യയ്ക്ക് പോലും ഒരുപക്ഷെ നമ്മളുടെ കൽബ് മനസ്സിലാക്കാൻ പറ്റൂല. കാരണം അള്ളാഹ്ക്കേ അറിയുള്ളൂ നമ്മുടെ ഉദ്ദേശം എന്താണ്, നമ്മുടെ നീയത്ത് എന്താണ്, അതിൽ അള്ളാഹിനോട് സ്നേഹമുണ്ടോ, അതിൽ അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ടോ, അള്ളാഹുവിൽ നമ്മൾ ഭരമേൽപ്പിക്കുന്നുണ്ടോ, ഇതൊക്കെ അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നീ എന്തിന് ഇഖ്ലാസോടെ ചെയ്യുന്നു വെച്ചാൽ പറയും, അള്ളാഹിനെ പേടിയാണ്, അതേപോലെ തന്നെ അള്ളാഹിൽ ഞാൻ പ്രതീക്ഷ വെക്കുന്നു. ഈ മഹബത്ത്, റജാ, ഖൗഫ്. മഹബത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള സ്നേഹം, ഇത് ഹൃദയത്തിലാണ്. റജാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള പ്രതീക്ഷ, ഇതും ഹൃദയത്തിലാണ്. അതേപോലെ തന്നെ ഖൗഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള പേടി. ഇതൊക്കെയാണ് നമ്മളുടെ ആരാധനയെ സുന്ദരമാക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇന്ന് ളുഹർ നിസ്കരിച്ച സമയത്ത് നമ്മളുടെ മനസ്സിൽ ഈ ആശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണത്താൽ ഞാൻ അള്ളാഹിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നു, അള്ളാഹുവിനോടുള്ള പ്രതീക്ഷ കാരണത്താൽ ഞാൻ അള്ളാഹിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നു, അള്ളാഹുവിനോടുള്ള പേടി കാരണത്താൽ ഞാൻ അള്ളാഹിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നു. ഇങ്ങനെ പറയാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് സാധിക്കുമോ? എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എന്നോടടക്കം ഞാൻ ചോദിക്കുകയാണ്, ഈ 3 അമലുൽ ഖൽബ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇത് 3 പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കർമ്മങ്ങളാണ് എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഈ 3 ഉണ്ടെങ്കിലാണ് ഇത്തരം ഇബാദത്ത് ഏറ്റവും നല്ല ഇബാദത്താവുക. ഏത് 3? അള്ളാഹുവിനോടുള്ള സ്നേഹം. ഇപ്പോൾ ഒരു യാത്രക്കാരൻ മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരാൾ കാളവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ, ഈ
മൃഗം, കുതിര അല്ലെങ്കിൽ കാള, പോത്തൊക്കെ വഴി തെറ്റി പോകുകയാണെങ്കിൽ ചാട്ട കൊണ്ട് അടിച്ചാൽ വഴി ഇങ്ങനെയാണ് ശരിയായി കിട്ടും. അത് നേരെ തന്നെ പോകും, നമ്മൾ വിചാരിച്ച വഴി കൂടെയാണ് പോകും. ചാട്ട കൊണ്ടടി, ഈ ചാട്ടയടിയാണ് ശരിക്കും അള്ളാഹിനോടുള്ള പേടി. ഇത് മനസ്സിലുണ്ടെങ്കിൽ വഴി തെറ്റാതെ പോകാൻ പറ്റും. പിന്നെ നമ്മളിങ്ങനെ ആ കുതിരനെ തെളിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു പാട്ട് പാടി കൊടുക്കും. ഇങ്ങനെ പെട്ടെന്ന് പോകുന്ന അർത്ഥത്തിൽ നമ്മൾ ചൊല്ലിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ ഒരു ചൊല്ലിക്കൊടുക്കലും പ്രേരിപ്പിക്കലും ഒക്കെയാണ് ശരിക്കും പ്രതീക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞാൽ. നമ്മൾ ആ പിടുത്താണ് അള്ളാഹിനോടുള്ള സ്നേഹം. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ആ ഇബാദത്ത് ശരിയാണ്. പൊതുവെ ഒരു പക്ഷിയുടെ ഉദാഹരണം ഈ വിഷയത്തിൽ പറയാറുണ്ട്. പക്ഷിയുടെ തലയാണ് സ്നേഹം. ഇബാദത്ത്, നമ്മളുടെ ആരാധനയെ ഒരു പക്ഷിയായി സങ്കല്പിച്ചാൽ ആ പക്ഷിയുടെ തലയാണ് നമ്മുടെ സ്നേഹം, അള്ളാഹിനോടുള്ള സ്നേഹം. പക്ഷിയുടെ 2 ചിറകുകളാണ് അള്ളാഹുവിലുള്ള പ്രതീക്ഷയും അള്ളാഹുവിലുള്ള പേടിയും. ഇത് രണ്ടും ഒരേ അളവിൽ വേണം. സ്നേഹം കൂടിക്കഴിഞ്ഞാൽ പേടിയാണ്. അള്ളാഹിനോട് സ്നേഹം കൂടി ഇത് രണ്ടുമില്ല, പ്രതീക്ഷയും പേടിയൊന്നും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ അയാൾ തെറ്റിപ്പോവും. പ്രതീക്ഷ കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. നമുക്കൊക്കെ പ്രതീക്ഷ കൂടുതലാണ്. നമ്മളെ കണക്കിന് നമ്മളിപ്പോൾ സ്വർഗത്തിലാണ് എന്നാണ്. പ്രതീക്ഷ കൂടാൻ പാടില്ല, പേടിയും കൂടാൻ പാടില്ല. ഇത് മൂന്നും ഒരേ അളവിൽ ഇങ്ങനെ കൊടുത്തായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇതൊക്കെ എവിടുന്നാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ ഹൃദയത്തിലാണ്. ഇത് നമ്മുടെ ഹൃദയത്തിലുണ്ടോ എന്ന് ആർക്കേ അറിയുള്ളൂ. ഞാൻ ഇതിൻ്റെ പ്രത്യേകത പറയാൻ വേണ്ടി മാത്രം ഇതൊക്കെ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഹൃദയത്തിൻ്റെ കർമ്മങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ആലോചിച്ചേക്കാം, നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ എന്തൊക്കെയാണ് ഇന്നത്തെ കാലത്ത് പ്രവേശിപ്പിക്കുന്നത്. ഞാൻ ആമുഖം പറയണം. ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ ഹൃദയം, നമുക്ക് കണ്ണടച്ച കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല, ചെവി ഇങ്ങനെ പഞ്ഞി തിരികെ ചെവി പൊത്തിക്കഴിഞ്ഞാൽ ചെവി കൊണ്ട് കേൾക്കാനും പറ്റൂല. പക്ഷെ ഹൃദയം അങ്ങനെയല്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇങ്ങനെ ചിന്തിക്കും. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലിരിക്കുന്ന ഈമാൻ ആവൂല പുറത്തിറങ്ങിയ നമ്മുടെ ഈമാൻ. ഹൃദയം എങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങൾ, നമുക്കതിനെ ഉറപ്പിച്ച് നിർത്താനും അള്ളാഹിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ ഷിഅർ നിങ്ങളുടെ വായയിൽ അല്ലെങ്കിൽ വയറ്റിൽ നടക്കുന്നതിനേക്കാൾ നല്ലതാണ് പിന്നെ നിങ്ങളെന്തെങ്കിലും മോശപ്പെട്ടത് എടുത്തിട്ട് വയറ്റിൽ നടക്കുന്നത്. കുറേ കവിത പാടി ദീൻ തെറ്റിക്കുക. നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഹൃദയത്തെ തെറ്റിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ഹദീസ് എങ്ങനെയാണ്? കവിതയുടെ വിഷയത്തിലാണ് റസൂലുള്ളാഹി അത് പറഞ്ഞത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ എന്തൊക്കെയേ കാണുന്നത്, എന്തൊക്കെയേ കേൾക്കണത്. നമ്മൾ ഇത്ര കാലത്ത് നമ്മുടെ ജീവിതത്തിനടുക്ക് നമ്മൾ എന്തൊക്കെ കാഴ്ചകൾ കണ്ടു, ഇതൊക്കെ നമ്മുടെ ഹൃദയത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതനുസരിച്ചിട്ടാണ് നമ്മുടെ സൽക്കർമ്മങ്ങളോട് നമ്മുടെ താല്പര്യവും അള്ളാഹിനോട് നമ്മുടെ ഇഷ്ടവും അള്ളാഹിനോട് നമുക്കുള്ള താല്പര്യമൊക്കെ നിർണ്ണയിക്കപ്പെടും നമ്മുടെ ഹൃദയത്തിലുള്ള ഈ മാലിന്യങ്ങളും മാലിന്യമില്ലായ്മയൊക്കെ അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഹൃദയത്തെ നമുക്കൊന്ന് വിമലീകരിക്കണം, ശുദ്ധീകരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ക്ലാസ്. അപ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. ഇതിൽ ഏകദേശം 16 വിഷയങ്ങൾ പറയുന്നുണ്ട് ഈ കിതാബിൽ. ഞാൻ പറഞ്ഞല്ലോ 1500ഓളം പേജുകളുള്ള ഈ ഗ്രന്ഥത്തിൽ 16 വിഷയങ്ങൾ പറയുന്നുണ്ട്. ഹൃദയത്തിൻ്റെ കർമ്മവുമായി ബന്ധപ്പെട്ട് 16 വിഷയം പറയുന്നുണ്ട്. ഒന്ന് ഇഖ്ലാസ്, യഖീന്, തഫക്കുർ, ഖുശൂഅ്, മുറാഖബത്ത്, വറഅ്, തവക്കുല്, മഹബ്ബത്ത്, റജാഅ്, ഖൗഫ്, സ്വബ്ർ, റിള, ശുക്ർ, ഗൈറത്ത്, ഹയാഅ്, തൗബ. ഇങ്ങനെ 16ഓളം നമ്മുടെ ഹൃദയത്തിൻ്റെ കർമ്മങ്ങൾ ഇദ്ദേഹം വളരെ വിശദമായി പഠിച്ച് അവതരിപ്പിക്കുന്നുണ്ട്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മളത് മുഴുവൻ പറയാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. നമുക്ക് ആകെ 7 ദിവസമാണ് ഉള്ളത്, അല്ലെങ്കിൽ 5-6 ദിവസമാണ് നമുക്കുള്ളത്. നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കയറിപ്പോകും. ഇന്ന് നമ്മൾ ഇതിൻ്റെ ഒരു ആമുഖം പറയാണ്. ഹൃദയവുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഹൃദയത്തിൻ്റെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കുന്നത്. ഖൽബ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഖൽബ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അതിൻ്റെ അർത്ഥം ഏത് വസ്തുവിൻ്റെയും ഏറ്റവും ടോപ്പ് സാധനം, അല്ലെങ്കിൽ ഏറ്റവും അതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള സാധനം, അതിലേറ്റവും ഖാലിസായ അഷ്റഫായത് ഒരു വസ്തുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതിനാണ് ഖൽബ് എന്ന് പറയാം ഭാഷയിൽ. പിന്നെ ഭാഷയിൽ വേറെ അർത്ഥമുള്ളത് മറിച്ചിടുക. നമുക്കറിയാലോ, ഹൃദയം മറിച്ചിടുക എന്ന് ഭാഷയിൽ അർത്ഥമുണ്ടല്ലോ. നമ്മളിപ്പോൾ സാധാരണ ഖൽബ് ഈ അവയവത്തിനാണ് പ്രയോഗിക്കുക, എങ്കിലും ഭാഷയിൽ ഖലബ എന്നൊക്കെ പറയാൻ 2 അർത്ഥമാണ്. ഒരു സാധനത്തിൻ്റെ ഖൽബ് എന്ന് പറഞ്ഞാൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം.
ഒരു സാധനത്തിന്റെ കൽബ് ചെയ്തു എന്ന് പറഞ്ഞാൽ മറിച്ചിട്ടു. ഇങ്ങനെയൊക്കെയാണ് ഭാഷയിൽ അതിൻ്റെ അർത്ഥം. നമ്മൾ വിശദമായിട്ട് പഠിക്കുകയാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒക്കെ പ്രാർത്ഥനകൾ കേട്ടിട്ടുണ്ടാകും. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, അല്ലാഹു യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ. അങ്ങനെ മറിച്ചിടുകയാണ്. നമ്മൾ ഈമാനുള്ളൊരു ദിവസം, ഈമാൻ ഇല്ലാത്ത വേറൊരു ദിവസം, ആവേശമുള്ളൊരു ദിവസം, ആവേശമുള്ളൊരു സമയം, ആവേശമില്ലാത്തൊരു സമയം, ചാർജുള്ളൊരു സമയം, ചാർജ് ഇല്ലാത്തൊരു സമയം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക, ഞങ്ങളുടെ ഹൃദയങ്ങളെ, അല്ലെങ്കിൽ സബ്ബിത്ത് ഖൽബി അലാ ദീനിക, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൻ്റെ മുകളിൽ നീ ഉറപ്പിച്ചു തരണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന പ്രസിദ്ധമാണ്. അപ്പോൾ ഈ അർത്ഥത്തിലാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ തന്നെ റിവായത്തുണ്ട്, ഇന്നമാ സുമ്മിയൽ ഖൽബു മിൻ തഖല്ലുബിഹി, ഈ അവയവത്തിന് കൽബിന് കൽബ് എന്ന് പേര് വരാൻ കാരണം ഇതിങ്ങനെ മാറി മറിയും, ഇടക്കിടക്ക് ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കും. കൽബിൻ്റെ ഒരു ഉപമ പറയുകയാണെങ്കിൽ, ഇന്നമാ മസലുൽ ഖൽബി കമസലി രീശത്തിൻ ബിൽ ഫലാത്തി, നമ്മളൊരു ഒഴിഞ്ഞ സ്ഥലത്ത്, തുറസായ സ്ഥലത്ത് ഒരു തൂവൽ കൊണ്ടേ വെച്ചാൽ അതെങ്ങനെ ഇരിക്കും, ആ കാറ്റടിക്കുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിയില്ലേ, ഇതേപോലെയാണ് നമ്മളുടെ ഉപമ, ഇതേപോലെയാണ് നമ്മളുടെ ഹൃദയത്തിൻ്റെ ഉപമ എന്നാണ്. പിന്നെ അപ്പോൾ ഈ വിഷയം വളരെ പ്രധാനമാണ്. നമ്മളിപ്പോൾ കൽബ് എന്ന് പ്രയോഗിക്കൽ എന്തിനാണ്? ഒന്ന്, നമ്മളുടെ ആ അവയവം, ശരീരത്തിലുള്ള ചെറിയ നമ്മുടെ ഈ കൈപ്പിടിയോളം വരുന്നതായ ഒരു അവയവം ഉണ്ടല്ലോ, ആ പ്രത്യേക ആകൃതിയിലുള്ള ഒരവയവം, ആ അവയവത്തിനാണ് കൽബ് എന്ന് പറയുക. ശറഅ് അള്ളാഹുവിൻ്റെ മതത്തിൽ അതിനാണ് കൽബ് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ കൽബ് എന്ന് ദീനിൽ വന്നിട്ടുള്ളത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ ഒരു വളരെ അതിസൂക്ഷ്മമായ അള്ളാഹുവിൽ നിന്നുള്ളൊരു സമ്മാനമാകും, നമ്മുടെ മനസ്സ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു അള്ളാഹുവിൻ്റെ ഒരു കൃപയാണ് നമ്മുടെ കൽബ്. ആ അർത്ഥത്തിലും പ്രയോഗിച്ചിട്ടുള്ളത്. അതിന് ഈ അവയവവുമായി നല്ല ബന്ധമുണ്ട്. ഈ അവയവമായിട്ട് അള്ളാഹുവിൻ്റെ അള്ളാഹ് തന്ന ആ സമ്മാനത്തിന്, അള്ളാഹു തന്ന ആ കൃപക്ക്, അള്ളാഹു തന്ന ആ ഐശ്വര്യത്തിന് നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഈ രണ്ടർത്ഥത്തിലാണ് ദീനിൽ അത് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് ഹദീസുകൾ നോക്കാം. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അലാ വഇന്ന ഫിൽ ജസദി മുൽഗതൻ, അലാ അറിയണേ, വഇന്ന ഫിൽ ജസദി മുൽഗതൻ, ശരീരത്തിലൊരു മാംസ കഷ്ണമുണ്ട്, ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു, ആ മാംസ കഷ്ണം ശരിയായാൽ ശരീരം മുഴുവനും ശരിയാകുന്നതാണ്. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, അത് കേടുവന്നാൽ ശരീരം മുഴുവൻ കേടുവരുന്നതാണ്. അലാ വഹിയൽ ഖൽബ്, നിങ്ങൾ അറിയണം അത് ഹൃദയമാണ്. പിന്നെ നമ്മൾ കേട്ടൊരു ഹദീസാണ്, അടുത്തൊരു ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടുകാരുമായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഹലീമ ബീവിയുടെ ഒക്കെ അവിടുന്ന് മുലയൂട്ടുന്ന പ്രായത്തിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയാണല്ലോ, ആ ബനൂ സഅദിൽ റസൂലുള്ള വളരുന്ന സമയത്ത്, കുട്ടികളുമായി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതാഹു ജിബ്രീൽ, ജിബ്രീൽ അലൈഹി സലാം നബിയുടെ അടുക്കലേക്ക് വരികയാണ്. വഹുവ യൽഅബു മഅൽ ഗിൽമാൻ, നബി കുട്ടികളുമായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ എടുത്തു, എന്നിട്ട് ഇങ്ങനെ പിടിച്ച് കിടത്തി, എന്നിട്ട് നബിയുടെ കൽബ് ഇവിടുന്ന് പിളർത്തിയിട്ട് ആ കൽബ് ഫസ്തഖ്റജൽ ഖൽബ, ആ ഹൃദയം പുറത്തേക്ക് എടുത്തു. എന്നിട്ട് അതിൽ നിന്നൊരു കഷ്ണം എടുത്ത് പുറത്ത് കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഹാദാ ഹല്ലു ശൈത്താൻ, ഇത് ശൈത്താനിൻ്റെ ഭാഗമാണ് അത്. എന്നിട്ട് ഈ കൽബ് എടുത്തിട്ട് കഴുകി, അതിൽ സംസം വെള്ളം കൊണ്ട് കഴുകി, പിന്നെ അത് വീണ്ടും തിരിച്ചു വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതുകൊണ്ട് യാതൊരുവിധ പ്രയാസവും ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ കേട്ട ഹദീസാണ്. ഇത് സംഭവിച്ചതാണ്, നമ്മളൊരു റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ നടന്നൊരു അത്ഭുത സംഭവമാണ്. നബി പ്രവാചകനാണ്, ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊരു അത്ഭുതമാണ്. അപ്പോൾ ഇതും കൽബ് പുറത്തേക്ക് എടുത്തു. ആ അവയവത്തെക്കുറിച്ചാണ് കൽബ് എന്ന് പറഞ്ഞത്. പിന്നെ പല പണ്ഡിതന്മാരും അലം നശ്റഹ് ലക സദ്റക്, നിന്റെ നെഞ്ച് നിനക്ക് നാം വിശാലമാക്കി തന്നില്ലേ എന്നുള്ള ആയത്തിന് ഈ സംഭവം കൊണ്ടാണ് വിശദീകരിക്കാറുള്ളത്. പല ആളുകൾക്കുമുള്ള ശൈത്വാനിൻ്റെ ഓഹരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലില്ല. ഒരു വൈഡൂര കൊട്ടാരം എന്നൊക്കെ പറയാം റസൂലുള്ളാഹിന്റെ ഹൃദയം. അറിവുകളുടെ വല്ലാത്തൊരു ശേഖരമാണ് റസൂലുള്ളാഹിന്റെ ഹൃദയം എന്നൊക്കെ പറയും. സ്നേഹത്തിൻ്റെ, നീതിയുടെ, അറിവിൻ്റെ, അള്ളാഹുവിനോടുള്ള ഇബാദത്തിൻ്റെ ഒക്കെ
ഈ പറയപ്പെട്ട ഇഖ്ലാസിൻ്റെ, ഖൗഫിൻ്റെ, റജാഇൻ്റെ ഒക്കെ ഒരു നല്ല ഭാവമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹൃദയം. നമുക്കും അതുപോലെയുള്ള ഹൃദയത്തിലേക്ക് നമുക്ക് എത്തിപ്പെടണം. അതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് എന്നാണ്, അതിനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബുദ്ധി എവിടെയാണ്. ബുദ്ധി, അഖ്ല്, നമ്മുടെ ബുദ്ധി, നമ്മൾ പറയും തലച്ചോറിലാണ് ബുദ്ധി എന്ന് പറയും. തലക്കടി കിട്ടിയാൽ ഒരാളുടെ ബുദ്ധി നഷ്ടപ്പെടും. നല്ല ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണത്. അടുത്തൊരു പോയിന്റാണ്, എവിടെയാണ് ബുദ്ധി? തലച്ചോറിലാണോ ഹൃദയത്തിലാണോ ബുദ്ധി? അതിൽ അദ്ദേഹം കൊടുക്കുന്ന ഒരു അവതരണം അടിസ്ഥാനപരമായി ഹൃദയത്തിലാണ് ബുദ്ധിയുള്ളത്, നമ്മൾ ചിന്തിക്കുന്നത്. പിന്നെ തലച്ചോറുമായി അതിന് കണക്ഷൻ ഉണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാം ഈ വിഷയത്തിൽ. പിന്നെ ലാ തഹാസദു വലാ തനാജശു വലാ തബാഗളു വലാ തദാബറു, നിങ്ങൾ പരസ്പരം അസൂയ കാണിക്കരുത്, തർക്കിക്കരുത്, കോപിക്കരുത് എന്നൊക്കെ റസൂലുള്ള പറഞ്ഞല്ലോ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിൻ്റെ അവസാനം പറയുന്നുണ്ട്, പിന്നെ അത്തഖ്വ ഹാഹുന, തഖ്വ ഇവിടെയാണ് കേട്ടോ. തഖ്വ ഇങ്ങോട്ട് ചൂണ്ടിയിട്ട് അത്തഖ്വ ഹാഹുന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം തലച്ചോറിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ദീന് പഠിപ്പിക്കുന്ന ഹൃദയമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതിന്ന് കൽബിലേക്ക് എത്തുന്ന ഭാഗങ്ങളുണ്ടാകും, നമുക്കറിയാത്ത കാര്യങ്ങൾ. അതിന്ന് നമുക്ക് തലച്ചോറിലേക്ക് എത്തുന്ന കാര്യങ്ങൾ ഉണ്ടാകാം, നമുക്കറിയില്ല. എന്തായാലും ഹൃദയമാണ് വളരെ പ്രധാനം. ഹൃദയം കേടുന്നൊക്കെ കേടുവരും, ഹൃദയം ശരിയായി കഴിഞ്ഞാൽ ഒക്കെ ശരിയാവും. ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ തറാവീഹ്ക്ക് ഇമാമക്കാണ്. തറാവീഹ്ക്ക് ഇമാം നിസ്കരിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ്, ഈ മനുഷ്യനത് എപ്പോഴാണ് അവസാനിപ്പിക്കുക? ഇതിപ്പോൾ ഇന്ന് കഴിയൂലേ? എപ്പോഴാണ് സബ്ബിഹിസ്മൊക്കെ ഓതണ റക്കാത്ത്ക്ക് എത്തുക? എന്താ ഇയാൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോണത് എന്ന് നമുക്ക് തോന്നാണ്. ഇങ്ങനെ നമുക്ക് സൽക്കർമ്മങ്ങളോട് താല്പര്യമില്ലാത്തൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. എന്നാൽ ചില മുൻഗാമികളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അവർ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചു, അവർക്ക് മടുപ്പ് തോന്നിയില്ല, അതുമാത്രമല്ല രാത്രി പോയത് അറിഞ്ഞില്ല എന്ന് കാണാം. അതെങ്ങനെ ഉണ്ടാവണത്? എങ്ങനെയാണ് അവർ ആ സ്വർഗത്തേക്ക് എത്തിയത്? ആ ഹൃദയത്തിലുള്ള ആ സ്വർഗത്തിലേക്ക് അവരെങ്ങനെയാണ് എത്തിയത്? അത് കൽബിനെ നന്നായി പരിചരിച്ചു. നമ്മുടെ ഹൃദയം, ഈ പണ്ഡിതൻ്റെ, ഈ കിതാബ് എഴുതിയ ആളുടെ അഭിപ്രായ പ്രകാരം, ഞാൻ പല കാര്യങ്ങളും സ്കിപ്പ് ചെയ്യുന്നത്, ഈ കിതാബ് എഴുതിയ ആളുടെ അഭിപ്രായ പ്രകാരം നമ്മൾ ഫറള് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ വിഷയത്തിൽ നമ്മുടെ ഹൃദയം നന്നാക്കാനാണ്. ഹൃദയം നന്നായാൽ ഒക്കെ നന്നാവും, കൽബ് നന്നായാൽ എല്ലാം ശരിയാവുമെന്നാണ് നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. കൽബിന് അത്രത്തോളം സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ വൃത്തി എങ്ങനെ ഉണ്ടെന്നനുസരിച്ചിട്ടാണ്. ഹൃദയം രാജാവാണ്, അവയവങ്ങൾ പ്രജകളാണ്. രാജാവ് പറയുന്നതേ അവയവങ്ങൾ ചെയ്യുള്ളൂ. നമ്മുടെ ഹൃദയത്തിന് തോന്നുന്നതേ അവയവങ്ങൾ ചെയ്യുള്ളൂ. ഹൃദയം കൊണ്ട് നമുക്ക് താല്പര്യമില്ലെങ്കിൽ അവയവങ്ങൾ മടി പിടിച്ചിരിക്കും. ശരിക്കും രോഗം ബാധിക്കുന്നത് ഹൃദയത്തെ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, രോഗം ബാധിക്കുന്നത് ശരിക്കും ഹൃദയത്തെയാണ്. ചിലപ്പോൾ കാണാം നല്ല വയസ്സായ ആളുകളും കാണാം ആവേശത്തോടെ നിസ്കരിക്കുന്നത്. എന്നാൽ നമ്മൾ ഈ ജിമ്മിനൊക്കെ പോകുന്ന നല്ല മസിലുള്ള ആളുകൾക്ക് നിസ്കരിക്കാൻ പ്രയാസമായിരിക്കും, സുബഹിക്ക് എണീക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതെവിടെ പ്രശ്നം വരുന്നത്? ഇത് ഹൃദയത്തിലാണ് ആ ശക്തി, ഹൃദയത്തിലാണ് അതിൻ്റെ. നല്ല ആരോഗ്യവാനായ വ്യക്തിക്ക് പോലും നിസ്കരിക്കാൻ മടി തോന്നാനുള്ള കാരണം അയാളുടെ ഹൃദയത്തിന് ആരോഗ്യമില്ലാത്തതുകൊണ്ടാണ്. അത്ര വളരെ പ്രാധാന്യം ദീനിൽ ഹൃദയത്തിനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ അവയവങ്ങളൊക്കെ ശരിയാവണമെങ്കിൽ, കർമ്മങ്ങൾ ശരിയാണെങ്കിൽ ഇത് ശരിയായിരിക്കണം. നമ്മൾക്ക് എപ്പോഴും നമ്മുടെ രഹസ്യങ്ങളെ തീരുമാനിക്കുന്ന നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ പരസ്യകാര്യങ്ങളെ തീരുമാനിക്കുന്നതും നമ്മുടെ ഹൃദയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതെന്ന് വെച്ചാൽ, ദാവി ഖൽബക, നീ നിന്റെ ഹൃദയത്തെയാണ് ചികിത്സിക്കേണ്ടത്, ഹൃദയത്തെ ചികിത്സിക്കണം. ഫഇന്ന ഹാജതല്ലാഹി ഇലാ ഇബാദിഹി സ്വലാഹു ഖുലൂബിഹിം, അള്ളാഹു നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്ന നമ്മുടെ ഹൃദയം പരിശുദ്ധാവുക, എന്നിട്ട് അള്ളാഹിനെ ആരാധിക്കുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല ഹൃദയമുള്ള ആളാണ് അള്ളാഹിനെ ഏറ്റവും നന്നായി ആരാധിക്കുക. എത്രത്തോളം നമുക്ക് ഹൃദയത്തിൽ കുറവ് വരുന്നോ, ഹൃദയത്തിൻ്റെ വിശുദ്ധിയിൽ കുറവ് വരുന്നോ, അത്രത്തോളം അള്ളാഹുവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കുറവ് വരും. കാരണം നമ്മൾ ഇന്ന് ഹൃദയത്തിൽ കൊടുക്കുന്ന, ഇപ്പം നമ്മൾ ഇൻപുട്ട് എന്നൊക്കെ പറയില്ല, നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ എന്താണ്? വളരെ വൾഗറായ കാര്യങ്ങളാണ്.
വളരെ വൾഗറായ കാര്യങ്ങളാണ്. മോശപ്പെട്ട കാഴ്ചകൾ, ഇപ്പം റമദാൻ മാസത്തിൽ പോലും സമയം പോകാൻ വേണ്ടി സിനിമ കാണുന്നവരാണ് മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ. അതിപ്പോൾ 2.5 മണിക്കൂർ അങ്ങനെ പോയി കിട്ടും എന്നാണ്. നിസ്കരിക്കാതെ കൽബിനെ നശിപ്പിക്കുക, അതേപോലെ കുറേ കാഴ്ചകൾ കണ്ട് ഹൃദയത്തെ എങ്ങനെ, നമ്മളൊരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ആ മുറിവിൽ പിന്നെയും മുളകിട്ട് പിന്നെയും മുറിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇതേപോലെയാണ് നമ്മുടെ ഹൃദയത്തിനുണ്ടാകുന്ന മുറിവ്. നമ്മൾ ഈ കാണുന്ന തോന്നിവാസങ്ങളെ കൊണ്ടാണ് നമ്മുടെ ഹൃദയത്തെ നമുക്ക് വൃത്തിയാക്കാൻ നമ്മൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്തൊരു വിഷയം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളതാണ്. പ്രധാനപ്പെട്ടൊരു വിഷയം പറയാം. ഹൃദയവും കണ്ണും കേൾവിയും തമ്മിലുള്ള ബന്ധം. ഹൃദയവും കണ്ണും കേൾവിയും, നമ്മുടെ ചെവി, കണ്ണ്, ഹൃദയം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞ മൂന്ന് അവയവങ്ങളാണിവ. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്കറിവില്ലാത്തതിൻ്റെ പിറകിൽ നീ ചെല്ലരുത്, പിന്നാലെ കൂടരുത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ, തീർച്ചയായും നിന്റെ കേൾവിയും നിന്റെ കാഴ്ചയും നിന്റെ ഹൃദയവും അവ തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഈ 3 അവയവങ്ങൾ മാത്രം എടുത്തു പറയാനുള്ള കാരണം എന്താണ്? എല്ലാം ചോദിക്കപ്പെടുമല്ലോ. അപ്പോൾ കൈകാലുകളെ കുറിച്ച് ചോദ്യമുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും. നമ്മുടെ തൊലികളൊക്കെ സാക്ഷി പറയുന്നതൊക്കെ നമുക്കറിയാം. ഈ 3 അവയവങ്ങൾ എടുത്തു പറയാനുള്ള കാരണം ഇത് ഭയങ്കരമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അവയവങ്ങളാണ് ഈ 3. കാരണം കണ്ണ് കാണുന്നത് നമ്മുടെ ഹൃദയത്തിൽ പതിയും, പിന്നെ അത് ഹൃദയം കേടുവരാൻ അത് മാത്രം കാരണമാകും. അതേപോലെ നമ്മൾ കേൾക്കുന്ന സാധനങ്ങളും നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കും. നമ്മൾ പെട്ടെന്ന് രോഗികളായി തീരും. ശരീരത്തിൻ്റെ പുറത്ത് നമുക്ക് രോഗമൊന്നും ഉണ്ടാകില്ല, നമ്മൾ ആരോഗ്യവാന്മാരായിരിക്കും. നമുക്ക് നടക്കാൻ പ്രയാസം ഉണ്ടാകില്ല, ഇരിക്കാൻ പ്രയാസം ഉണ്ടാകില്ല, വളരെ ആവേശം ഉണ്ടാകും. പക്ഷേ ഉള്ളിൽ നമ്മൾ രോഗികളായിരിക്കും, ഈ കണ്ണുകൊണ്ടും കേൾവി കൊണ്ടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. ഇതിൽ ഏറ്റവും പ്രാധാന്യം ഹൃദയത്തിനാണ്, പിന്നെ ചെവിക്കാണ്, പിന്നെ കണ്ണിനാണ് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. ആദ്യം ഹൃദയത്തിനാണ് ഏറ്റവും പ്രാധാന്യം, പിന്നെ ചെവിക്കാണ് പ്രാധാന്യം, പിന്നെയാണ് കണ്ണിന് പ്രാധാന്യമുള്ളത് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പം അതിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ കേൾക്കുന്നതൊക്കെ നമ്മളെ സ്വാധീനിക്കും. ഇപ്പോൾ അവന് തീരെ ശ്രദ്ധിക്കാത്ത ചിലപ്പോൾ കാഴ്ചകൾ, നല്ല കാഴ്ച കണ്ടാൽ, ചിലപ്പോൾ നല്ല സ്വാലിഹീങ്ങളായ ആളുകളെ കണ്ടാൽ നല്ല രൂപത്തിൽ സ്വാധീനിക്കും. ഖുറാനിൽ ചിലപ്പോൾ നമ്മൾ ഓതുമ്പോൾ നമ്മൾ ഖുറാൻ കേട്ടാൽ നല്ല രൂപത്തിൽ സ്വാധീനിക്കും. ഇത് നേരെ ഓപ്പോസിറ്റ്, മോശപ്പെട്ട കാഴ്ചകൾ കണ്ട് ശീലിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഹൃദയത്തെ അത് സ്വാധീനിക്കും. അതേപോലെ തന്നെ മോശപ്പെട്ട പാട്ടുകളും ഗീബത്തും നമീമത്തും കേട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അതും സ്വാധീനിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ കണ്ണിനും കാതിനും നല്ല പ്രാധാന്യമുണ്ട് ഹൃദയവുമായി ബന്ധപ്പെട്ട്. ചെറിയ പ്രാധാന്യമല്ല ഉള്ളത്. നമ്മൾ കാണുന്നത് നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നത് നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഇത്രകാലം നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ നമ്മളെ ഹൃദയത്തെ സ്വാധീനിച്ചിരുന്നു. ഇത്രകാലം നമ്മൾ കേട്ട കാഴ്ചകളൊക്കെ, കേൾവികളൊക്കെ നമ്മുടെ പിന്നെ ഹൃദയത്തെ സ്വാധീനിച്ചിരുന്നു നമ്മൾ മനസ്സിലാക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, നമ്മുടെ ഹൃദയത്തെ നന്നാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെ ഹൃദയം നന്നാക്കുക? എൻ്റെ ഹൃദയം ശരിയാക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഹൃദയം ശരിയായൊക്കെ ശരിയാവും. നമുക്ക് നിസ്കാരത്തോട് താല്പര്യം ഉണ്ടാവും, നോമ്പിനോട് താല്പര്യം ഉണ്ടാകും, അതേപോലെ തന്നെ എപ്പോഴും ഖുറാനും ഹദീസ് ഓതാൻ താല്പര്യം ഉണ്ടാകും. ഖുറാൻ ഓതുമ്പോൾ ഉറക്കം വരില്ല, അള്ളാഹിനെ കേൾക്കാൻ നല്ല താല്പര്യം ഉണ്ടാകും, കുറേ ഓതും. ഇപ്പം നിങ്ങൾ കേട്ടിട്ടില്ലേ, കുറേ ഖത്തം തീർത്തു ഒരു ദിവസം, പിന്നെ ഒരു ദിവസം ഒരു ഖത്തം തീർത്ത പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. ഒരു ദിവസം ഒരു ഖത്തം എന്ന് പറഞ്ഞാൽ ഫാത്തിഹ തൊട്ട് നാസ് വരെ ഓതി തീർത്തു. നമുക്ക് 2 പേജ് ഓതുമ്പത്തിന് ഭയങ്കരമായ ശരീരം നമ്മളെ അലോസരപ്പെടുത്തി മനസ്സിങ്ങനെ പ്രയാസപ്പെടുത്തുന്നതുകൊണ്ടാണ്. നമ്മുടെ ഹൃദയത്തിന് ആ വിശുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ലേ അല്ലേ? അതേപോലെ തന്നെ നമുക്ക് ദീനിൻ്റെ വിഷയങ്ങൾ വരുമ്പോൾ ഒരു മടുപ്പും ചടപ്പും വരുന്നത് ഈ ഹൃദയത്തിൻ്റെ കാരണം. അപ്പോൾ ഹൃദയത്തെ നന്നാക്കുന്ന കാര്യങ്ങൾ, ഒന്ന്, എല്ലാ അർത്ഥത്തിലും ഹൃദയം എങ്ങനെ ശരിയാക്കാമെന്ന് ചോദിച്ചാൽ അതിന് ഒന്നാമത്തെ മറുപടി മുസ്ലിഹാത്തുൽ ഖൽബ് എന്നാണ് ഞാനതിന് ഇതിൽ പേര് കൊടുത്തിട്ടുള്ള. മുസ്ലിഹാത്തുൽ ഖൽബ്, ഹൃദയത്തെ നന്നാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഒന്നാമത്തെ പോയിന്റ്, എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിലേക്ക് തിരിയുക. അത്തവജ്ജുഹുൽ ഖാലിസു ലില്ലാഹ്, വളരെ ആത്മാർത്ഥമായി സിൻസിയറായി അള്ളാഹുവിലേക്ക് നമ്മൾ തിരിയുക. എല്ലാം വിട്ട് അള്ളാഹിലേക്ക് തിരിയുക, ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് തിരിയുക. നമ്മുടെ ഹൃദയം അള്ളാഹു അല്ലാത്ത എന്തിനെങ്കിലും പറ്റി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കുക. നമുക്ക് ഖൽബ് സൃഷ്ടിക്കപ്പെട്ടത് വലിയൊരു ലക്ഷ്യത്തിനാണ്, അള്ളാഹിനെ അറിയാനും
അള്ളാനെ സ്നേഹിക്കാനും അള്ളാഹിൽ പ്രതീക്ഷ വെക്കാനും അള്ളാനെ ഭരമേൽപ്പിക്കാനും അള്ളാനെ പേടിക്കാനും അങ്ങനെ നമ്മുടെ അവയവങ്ങളൊക്കെ ശരിയാകാൻ വേണ്ടിയിട്ടാണ് കൽബ് സൃഷ്ടിക്കപ്പെട്ടത്. നമ്മളിപ്പോൾ എന്തിനാ അത് ഉപയോഗിക്കണത് ആലോചിച്ചോക്കാണ്. ഏത് അവയവത്തിൻ്റെയും ആരോഗ്യം, ഇപ്പോൾ നമുക്ക് കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തളർവാദം വന്നു കഴിഞ്ഞാൽ പിന്നെ കൈ ഉപയോഗമല്ല. അതേപോലെ തന്നെ കാല് കൊണ്ട് നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ കാല് ഉപയോഗശൂന്യമാണ്. ഹൃദയം കൊണ്ട് നമുക്ക് അള്ളാനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ദീന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ കൽബ് വെറുതെയാണ്. അതുകൊണ്ട് ഒന്നാമതായി അള്ളാഹുവിലേക്ക് തിരിയുക. നമ്മളെപ്പോഴും അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. ഒരു സൃഷ്ടിയുമായി നമ്മുടെ ഹൃദയം ബന്ധപ്പെടരുത്. സൃഷ്ടികളുമായി ഹൃദയം ബന്ധപ്പെടുത്താതെ, കാമുകിമാരുമായി ബന്ധപ്പെടുത്താതെ, ഏതെങ്കിലും ആരാധനാ കഥാപാത്രങ്ങളുമായി ബന്ധപ്പെടുത്താതെ അള്ളാഹുവുമായിട്ടുള്ളൊരു ബന്ധം ചേർക്കൽ ഉണ്ടാവുക നമ്മുടെ ഹൃദയം. അപ്പം നമ്മുടെ ഹൃദയം നന്നായി കിട്ടും. പൂർണ്ണമായി അള്ളാഹിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് നന്നാക്കാൻ കഴിയുമെന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ അള്ളാഹുവുമായിട്ട് സ്നേഹം വർദ്ധിപ്പിക്കുക. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, കുല്ലമസ്ദാദൽ ഖൽബു ഹുബ്ബൻ ലില്ലാഹ്. അള്ളാഹുവിനോടുള്ള ഇഷ്ടം നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ അധികരിച്ചാൽ ഇസ്ദാദ ലഹു ഉബൂദിയതൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമയാണ് ഞാനെന്നുള്ള ബോധം നമ്മളുടെ മനസ്സിൽ വർദ്ധിക്കും. വകുല്ലമസ്ദാദ ലഹു ഉബൂദിയതൻ ഇസ്ദാദ ലഹു ഹുബ്ബൻ വഫളലഹു അമ്മാ സിവാഹ്. എപ്പോഴും നമ്മുടെ ഹൃദയം അള്ളാഹിലെ അടിമയാണെന്ന് നമുക്കിങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹിൻ്റെ നിസ്സാരനായ ഒരു അടിമയാണ്, കേവലനായ ഒരു അടിമ മാത്രമാണ് തോന്നിക്കഴിഞ്ഞാൽ അള്ളാഹിനോടുള്ള സ്നേഹം വർദ്ധിക്കും. നമ്മുടെ ഹൃദയം ഉഷാർ ഹൃദയം, ഭംഗിയുള്ള ഹൃദയം. നമ്മൾ ആലോചിച്ച് നോക്കിയും, പുറത്ത് നമ്മൾ നടക്കുന്ന സന്ദർഭത്തിൽ, പുറത്ത് നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും, നമ്മുടെ വസ്ത്രത്തിൽ എന്തെങ്കിലും കറ വീണിട്ടുണ്ട് എന്ന് വിചാരിക്കാം. വളരെ മോശപ്പെട്ട ഒരു കാക്ക തൂറി അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട എന്തെങ്കിലും നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ അയക്കണമെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുക? ആളുകൾ ഇത് കണ്ടാൽ വളരെ മോശമാണെന്ന് തോന്നും. എന്നാൽ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ഹൃദയത്തിലേക്കാണ് അള്ളാഹ് നോക്കുന്നത്. നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ സന്ദർഭത്തിൽ ഈ ഹാൽ അള്ളാഹ് നോക്കുമ്പോൾ നമ്മുടെ ഹൃദയം പരിശുദ്ധമായ ഹൃദയമാണോ? അതിൽ തോന്നിവാസങ്ങളുണ്ടോ? ആരും അറിയാത്ത വൃത്തികേടുകളുണ്ടോ? ആരും അറിയാത്ത നമ്മൾ ഒളിപ്പിച്ച് വെച്ച, ഭാര്യമാര് പോലും അറിയാതെ നമ്മൾ ഒളിപ്പിച്ച് വെച്ച, നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്ക് പോലും അറിയാതെ നമ്മൾ ഒളിപ്പിച്ച് വെച്ച തോന്നിവാസങ്ങൾ ഹൃദയത്തിലുണ്ടോ? അള്ളാഹ് നോക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ്? അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇതില്ലല്ലോ. അദൃശ്യം ദൃശ്യം ആ അർത്ഥമൊന്നും അള്ളാഹ്ക്കില്ല. അതേപോലെ തന്നെ ഷഹാദത്ത്, ഗൈബ്, ഈ നമുക്ക് ഗോപ്യമാവുക, വ്യക്തമാവുക എന്നൊന്നും അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അല്ല. അള്ളാഹ്ക്ക് എല്ലാം വ്യക്തമാണ്, എല്ലാം കാണും. അള്ളാഹ് അവ്വൽ ആഖിർ ലാഹിർ ബാത്തിനാണ്, അല്ലേ? ഇന്നല്ലാഹു അൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ. എല്ലാ അർത്ഥത്തിലും അള്ളാഹ്ക്ക് നമ്മളറിയാം. നമ്മുടെ കൽബിലേക്ക് അള്ളാഹ് നോക്കുമ്പോൾ എന്താണ് അവസ്ഥ? ശരിക്കും നമ്മുടെ എല്ലാ രോഗത്തിൻ്റെയും കാരണം തന്നെയാണ്. നമ്മുടെ ദീനിയായ എന്തെല്ലാം കുറവ് നമ്മൾക്കുണ്ടോ, നമ്മൾക്ക് ദീനിയായ എന്തെല്ലാം തഖല്ലുഫാത്ത്, എന്തെല്ലാം നമ്മൾ പിന്തിരിയുന്നുണ്ടോ ദീനിൽ നിന്ന്, എന്തെല്ലാം ന്യൂനതകൾ നമുക്ക് നമ്മുടെ മതത്തിലുണ്ടോ, അതിനെല്ലാം കാരണം നമ്മുടെ ഹൃദയം അള്ളാഹുവിന് സമർപ്പിക്കാത്തത് കൊണ്ടാണ്. എല്ലാ അർത്ഥത്തിലും നമ്മൾ അള്ളാഹുവിലേക്ക് ആരാധന കൊണ്ട് അള്ളാഹിനെ ലക്ഷ്യം വെക്കുക. ഏത് ആരാധന ചെയ്യുമ്പോൾ അള്ളാഹിനെ ലക്ഷ്യം വെക്കുക, അള്ളാഹിനെ മാത്രം ലക്ഷ്യം വെക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇഖ്ലാസില്ലായ്മക്ക് ഒരു പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കെല്ലാം പെട്ടെന്ന് കിട്ടണം. നമ്മളൊരു കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ കൂലി പെട്ടെന്ന് കിട്ടണം. ഒരു കാര്യം ചെയ്താൽ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടണം. ശരിക്കും നമ്മൾ ഇബാദത്ത് എടുത്തു കഴിഞ്ഞാൽ എന്ത് കാര്യം ചെയ്താലും പരലോകത്തേക്ക് കാത്തുവെച്ച് നോക്കി. അത് നല്ലൊരു പോയിന്റാണ്. എഴുതി വെക്കാൻ വരുന്നവരെ എഴുതി വെച്ചോളി. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആലോചിക്കുക, ഇത് എനിക്ക് പഠിച്ചോ പരലോകത്ത് വരും. വേറെ ആരും ലക്ഷ്യം വെക്കണ്ട, ആരും പുകയത്തലും ലക്ഷ്യം വെക്കണ്ട. ഏത് ഇബാദത്ത് എടുക്കുമ്പോഴും അള്ളാഹിനെ മാത്രം വിചാരിച്ച ഹൃദയം നന്നാകും. പിന്നെ മാത്രമല്ല, നമ്മൾ എന്തിലും അള്ളാഹിനെ മാത്രം അവലംബിക്കുക. ഏത് വിഷയത്തിലും എനിക്കെൻ്റെ റബ്ബുണ്ട്, വേറെ ആരും അവലംബിക്കാതിരിക്കുക. നമ്മൾ ഒന്നിലേക്ക് ഒരു ഷെയ്ഖിനും ഒരു വലിയനും ഒരു ബീവിൻ്റെയും കൂടെ പോകാതെ, ഈ ഒരു ജാറത്തിൻ്റെയും പുറകെ പോകാതെ, എല്ലാം നമ്മൾ അള്ളാഹിനെ മാത്രം ഭരമേൽപ്പിച്ചാൽ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. അത് വേറെ ആരെങ്കിലും ഭരമേൽപ്പിച്ച് നമ്മുടെ കൽബ് കേടന്നു പോകും. നമ്മളൊരു ഏലസിൽ ഭരമേൽപ്പിച്ചാൽ നമ്മുടെ കൽബ് കേടന്നു പോകും. നമ്മളൊരു വ്യക്തിയിൽ ഭരമേൽപ്പിച്ചാൽ നമ്മുടെ ഹൃദയം കേടുവന്നു പോകും. നമ്മൾ ആരെങ്കിലും അമിതമായി ആശ്രയിച്ചാൽ നമ്മുടെ ഹൃദയം എന്തായാലും കേടുവരും. ആശ്രയിക്കാൻ വേണം. നമ്മൾ അള്ളാഹിനെ മാത്രം ആശ്രയിച്ച് ജീവിച്ചാൽ നമ്മുടെ ഹൃദയം വൃത്തിയുള്ളതാകും. അതുകൊണ്ട് തന്നെ
ഹൃദയം നന്നാകാനുള്ള ഒന്നാമത്തെ വഴി എന്താന്ന് ചോദിച്ചാൽ പൂർണ്ണമായി അള്ളാഹിലേക്ക് തിരിയുക. റമളാൻ നല്ലൊരു അവസരമാണ്. റമളാൻ മാസം നല്ലൊരു അവസരമാണ്. എല്ലാ അർത്ഥത്തിലും അള്ളാഹിലേക്ക് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഹൃദയം നന്നായി കിട്ടും. ഹൃദയം നന്നായ നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാവും. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നന്നായി കഴിഞ്ഞാൽ അള്ളാഹ് നമ്മളെ നല്ല രൂപത്തിൽ ഇഷ്ടപ്പെടും. അള്ളാഹിൻ്റെ ഇഷ്ടം കിട്ടാനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞ തന്നെ, കൽബ് എന്തിനാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിനു വേണ്ടി കൽബിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഹൃദയം സൃഷ്ടിക്കപ്പെട്ടത് അള്ളാഹിനെ ആരാധിക്കാനും അള്ളാഹിനെ അറിയാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പം അതിനു വേണ്ടി ഹൃദയത്തെ ഉപയോഗിക്കുക. വേറൊരു കാര്യത്തിന് മോശപ്പെട്ടത് ചിന്തിക്കാനും മോശപ്പെട്ടത് ആലോചിക്കാനും നമ്മുടെ ഹൃദയത്തെ ഉപയോഗിക്കരുത്. നമ്മളൊരു മോശപ്പെട്ടത് ചെയ്യുമ്പോൾ ഹൃദയത്തിലൊരു കറുത്ത കുത്തു വീഴും. നിങ്ങൾ കേട്ടിട്ടില്ലേ? പ്രസിദ്ധമായൊരു ഹദീസാണ്. ഒരാൾ ഹൃദയത്തിൻ്റെ അടുക്കലേക്ക് ഇങ്ങനെ വികാരങ്ങൾ തിരമാലകൾ പോലെ കടന്നു വരും. അതേപോലെ തന്നെ ദീനും തെറ്റിച്ച് കളയുന്ന കുറേ ഈ യുക്തിവാദികളുടെയും മറ്റും ഫിത്നകളും കുഴപ്പങ്ങളൊക്കെ. എന്നാലും ആ ചങ്ങായി പറഞ്ഞതിൽ ശരിയുണ്ടല്ലോ, അത് 6-ാം നൂറ്റാണ്ടിലെ സംസ്കാരമല്ലേ, എന്തിനാ ഇപ്പം ഈ കാലഘട്ടത്തിലൊന്നും യോജിച്ചാലല്ലോ. ഇപ്പം താടി വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഈ കാലഘട്ടം അതൊക്കെ ഒന്നും ശരിയല്ലല്ലോ. അങ്ങനെ ദീനിൽ സംശയമുണ്ടാക്കുന്ന ശുബ്ഹത്തുകളും നമ്മുടെ മനസ്സിന് ഇളക്കം തട്ടിക്കുന്ന ശഹ്വത്ത് വികാരങ്ങളും സ്ഥാനമോഹം, അധികാരമോഹം, ലൈംഗികത, തോന്നിവാസം, ഇങ്ങനെയുള്ള വികാരങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ വരും. ഏതെങ്കിലും ഒരു ഹൃദയം അതിനെ ഒഴിവാക്കി കളഞ്ഞാൽ ആ ഹൃദയം ഇങ്ങനെ വെളുത്ത നല്ല സുന്ദരമായ ഹൃദയവും. എന്നാൽ ഏതെങ്കിലും ഹൃദയം ഈ ശഹ്വത്തുകളെയും തോന്നിവാസം ഏത് വീഡിയോയും കാണും, ഏത് റീലും കാണും, എല്ലാതും ഷെയർ ചെയ്യും, എല്ലാത്തിലും നമ്മൾ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ നല്ലത് തിരഞ്ഞെടുത്തോളാം എന്നാണ് ഞാൻ പറയാം. ഞാൻ പക്ഷേ ഫേസ്ബുക്കൊക്കെ കണ്ടാൽ ഞാൻ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കും എന്നാണ് പറയാം. അങ്ങനെ നമുക്ക് നല്ലത് തിരഞ്ഞെടുക്കാൻ കഴിയും. ആലോചിച്ചോക്കാണി, നമ്മളെ എങ്ങോട്ടോ കൊണ്ടുപോകും നമ്മൾ കാണുന്ന യൂട്യൂബും നമ്മൾ കാണുന്ന ഫേസ്ബുക്കൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമ്മളെ ജീവിതത്തിൽ സ്വാധീനിക്കും എന്നും. അങ്ങോട്ട് കറുത്ത കുത്തു വീഴും. ആ കറുത്ത കുത്ത് വീണ് അവസാനം ഒരു വഅള് കേട്ടാലും ഉപകരിക്കൂല. ആര് ക്ലാസ് എടുത്താലും എത്ര ഹദീസ് കേട്ടാലും എത്ര ആയത്ത് കേട്ടാലും നമുക്കൊരു സ്വാധീനം ഉണ്ടാവില്ല. നിങ്ങൾ മുൻഗാമികളെ കുറിച്ച് കേട്ടില്ലേ? ആയത്ത് കേട്ടപ്പോൾ ബോധം മറഞ്ഞുപോയി. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരവസ്ഥ അങ്ങനെ ഉണ്ടായിരിക്കണം. ആലോചിച്ചോക്കാണ്, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു ആയത്ത് കേട്ടിട്ടെങ്കിലും ബോധം മറഞ്ഞു പോയൊരവസ്ഥ ഉണ്ടായിക്കണോ? ഉണ്ടാവാതിരിക്കാനുള്ള കാരണം നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ കറുത്ത കുത്തു വീണതാണ്. അപ്പം അതിനെ വെളുപ്പിച്ചെടുക്കാനാണ് ഹൃദയം എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടോ അതിനു വേണ്ടി നമ്മൾ ഹൃദയത്തെ ഉപയോഗിക്കുക. അള്ളാഹിനെ മനസ്സിലാക്കാനും അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് എടുക്കാനും വേണ്ടി ഉപയോഗിക്കുക. ഹൃദയം എങ്ങനെയാണോ നമ്മളെ പരിചരിക്കുന്നത് അതനുസരിച്ചിട്ട് നമുക്ക് കിട്ടും. ആ ഒരു ഹിക്മത്ത് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഒരുപാട് ഹിക്മത്ത് കിട്ടി. വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. ഒരാൾക്ക് കുറേ നന്മകൾ അതുകൊണ്ട് കിട്ടും. അപ്പോൾ ആ ഹിക്മത്തിൽ ജീവിക്കുക. മൂന്നാമത് ഹൃദയം നന്നാക്കാനുള്ള വഴി എന്താണെന്ന് ചോദിച്ചാൽ പുറത്തും അകത്തുമായിട്ടുള്ള പ്രത്യക്ഷവും പരോക്ഷവുമായ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. പ്രത്യക്ഷവും പരോക്ഷവുമായ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം നമ്മുടെ ഹൃദയങ്ങൾ ഇങ്ങനെ മെല്ലെ മെല്ലെ നന്നായി. റമദാൻ നല്ല അവസരമാണ്. കാരണം റമദാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരമാണ്. നമുക്ക് പിന്നെയും നിസ്കരിക്കാനൊക്കെ തോന്നുന്നൊരു മാസമാണ്. പിന്നെയും ദിക്റെല്ലാം തോന്നുന്നൊരു മാസമാണ്. എത്ര അള്ളാഹിനോട് പ്രാർത്ഥിച്ചാലും മതിയാവാത്തൊരു മാസമാണ്. അപ്പോൾ കുറേ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അത് നമ്മുടെ ഹൃദയത്തിന് നല്ല അടയാളങ്ങൾ ഉണ്ടാക്കി തീർക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്ക് പറയുകയാണ്, ഇന്നലിൽ ഹസനതി, തീർച്ചയായും നന്മക്കുണ്ട്, നൂറൻ ഫിൽ ഖൽബി, ഹൃദയത്തിൽ ഒരു പ്രകാശമുണ്ടാക്കാൻ നന്മക്ക് കഴിയും. ഒരു ചെറിയ സ്വതക്കം കൊടുത്ത് നമ്മുടെ ഹൃദയം വിശാലാകും. ഒരു സുന്നത്ത് നിസ്കരിച്ചാൽ നമ്മുടെ ഹൃദയം നന്നാകും. അങ്ങനെ നിസ്കരിച്ച് നോമ്പ് നോറ്റ് അതേപോലെ തന്നെ ദിക്ർ ചൊല്ലി സ്വതക്ക കൊടുത്തൊക്കെ നമ്മുടെ ഹൃദയത്തെ എങ്ങനെ വൃത്തിയാക്കുക. വളിയാഅൻ ഫിൽ വജ്ഹി, മുഖത്തൊരു വെളിച്ചം തരാനും തെളിച്ചം തരാനും നന്മക്ക് സാധിക്കും. ചില ആളുകളുടെ മുഖം പ്രകാശപൂരിതമായിരിക്കും ഈമാന് കൊണ്ട്. വഖുവതൻ ഫിൽ ബദനി, ശരീരത്തിന് എന്തെന്നില്ലാത്തൊരു ശക്തി നമുക്ക് കിട്ടും. നിസ്കരിക്കാനൊക്കെ ഒരു ഊർജ്ജം ഉണ്ടാവും. വസിയാദതൻ ഫിർ റിസ്ഖി, ഒരാൾ നന്മ ചെയ്താൽ അയാളുടെ റിസ്ഖ് വർദ്ധിക്കും. അയാൾക്ക് അല്ലാഹു ഉപജീവനം കൊടുക്കും, എങ്ങനെയെങ്കിലുമൊക്കെ ഉപജീവനം കൊടുക്കും. വമഹബ്ബതൻ ഫി ഖുലൂബിൽ ഖൽഖി, സൃഷ്ടികളുടെ മനസ്സിൽ അയാളുടെ ഒരു ഇഷ്ടം ഉണ്ടായി കൊടുക്കും അല്ലാഹ്.
നന്മ ചെയ്താൽ, ഒരു നന്മന്റെ സ്വാധീനങ്ങളാണ് ഈ പറയണത്, ഫലങ്ങളാണ്. മുഖത്തൊരു കറുപ്പുണ്ടാക്കാൻ, മുഖത്തിന്റെ തെളിമ നഷ്ടപ്പെടുത്താൻ തിന്മക്ക് സാധിക്കുന്നു. ഒരു തിന്മ ചെയ്തു, ഒരു ഹറാമ് കണ്ടു, ആരും അറിഞ്ഞില്ല, പക്ഷെ എന്നാലും നമ്മുടെ മുഖം മോശമായിട്ടുണ്ടാകും. അതേപോലെ തന്നെ ഹൃദയത്തിന് ഇരുട്ടുണ്ടാക്കാൻ തിന്മക്ക് കഴിയും. നമ്മുടെ ശരീരത്തെ ക്ഷീണിപ്പിക്കാൻ കഴിയും. നമുക്ക് മൊബൈൽ ഫോൺ നോക്കിയിരിക്കാൻ ആരോഗ്യം ഉണ്ടാകും, പക്ഷെ ഒരിക്കൽ നിസ്കരിക്കാൻ ആരോഗ്യം ഉണ്ടാവില്ല. വല്ലാഹി വെച്ച് ഞാൻ പറയണം, നിസ്കരിക്കാൻ ആരോഗ്യം ഉണ്ടാവില്ല. റിസ്ക് കുറയും തിന്മ ചെയ്താൽ. സൃഷ്ടികളുടെ ഹൃദയത്തിൽ നമ്മോട് ദേഷ്യം ഉണ്ടാവും. ഒരാൾക്ക് നമ്മോട് വെറുതെ വെറുപ്പ് വന്നു നമ്മൾ തിന്മ ചെയ്താൽ. നമ്മൾ റബ്ബ് മാത്രമേ അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ തിന്മ ചെയ്തത്, പക്ഷേ സൃഷ്ടികളുടെ മനസ്സിൽ നമ്മളോട് വെറുപ്പുണ്ടാക്കാൻ അത് കാരണമാകും. പിന്നെ നാലാമത്തെ ഒരു മാർഗം, മൂന്നാമത്തിൻ്റെ തുടർച്ച തന്നെയാണ്, പക്ഷെ നാലാമത്തേത് ഖൽബ് നന്നാവാൻ നാലാമത്തെ ഒരു മാർഗം അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുക, അതേപോലെ ഖുർആൻ ധാരാളമായി ഓതുക. ഇത് നമ്മുടെ ഹൃദയത്തെ ചെറുതല്ലാത്ത വിധം സ്വാധീനിക്കും. സ്മരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അർത്ഥറിയാതെ ദിക്റില്ല എന്നുള്ളതല്ല, നമ്മൾ അള്ളാഹിനെ കുറിച്ചാണ് മനസ്സിരുത്തി ആലോചിക്കുക. എന്നിട്ട് ആ ആലോചനയുടെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ഖൽബിന്റെ ഉള്ളിൽ നിന്ന് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വരണം. എങ്ങനെ വരണം? നമ്മളിങ്ങനെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലി പോകുന്ന അപ്പുറത്ത് അള്ളാഹിന്റെ മഹത്വം ആലോചിച്ച് അല്ലാഹു അക്ബർ എന്ന് വരണം. അങ്ങനെ വന്നാൽ നമ്മുടെ ഹൃദയം നന്നാകും. അദ്ദിക്റു ലിൽ ഖൽബി ബിമൻസിലത്തിൽ ഗിദാഇൽ ജസദ് ഔ ഗദാഇൽ ജസദ്. ശരീരത്തിന് പോഷണം പോലെ, ഭക്ഷണം പോലെയാണ് നമ്മുടെ ഹൃദയത്തിന് ദിക്ർ എന്നാണ് പറയുന്നത്. ദിക്ർ ഇല്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല, നമ്മൾ അള്ളാഹിനെ ആലോചിച്ചുകൊണ്ടേയിരിക്കണം. ഇനി ഒരാൾ ആലോചിച്ച് നോക്കുക, ഒരാൾക്ക് രോഗം വന്നാൽ ചിലപ്പോൾ ഭക്ഷണത്തിന്റെ രുചി അറിയില്ല. അപ്പോൾ ചില ആളുകൾ പറയും എനിക്ക് രുചി അറിയില്ല, ഇങ്ങനെ ഒരു അസുഖമുണ്ട്, ആ അസുഖം കാരണത്താൽ എൻ്റെ നാവിന് ഇപ്പോൾ ഒരു രുചിയും കിട്ടണില്ല, മധുരം അറിയില്ല, പുളി അറിയില്ല, ഉപ്പും അറിയില്ല, ഒന്നും അറിയില്ല. ഇതേപോലെയാണ് ഹൃദയത്തിന് രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹിന്റെ ദിക്റിന്റെ മധുരം കിട്ടുകയില്ല എന്നുള്ളതാണ്. 5 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഹൃദയത്തെ നന്നാക്കാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ദവാഉ ഖൽബിക ഖംസുൻ ഇൻദ ഖസ്വതിഹി ഫദ്അബ് അലൈഹാ തഫുസ് ബിൽ ഖൈരി വല്ലഫരി. നിന്റെ ഹൃദയത്തിനുള്ള മരുന്ന് 5 കാര്യങ്ങളാണ്. ഹൃദയം കടുത്തു പോയിട്ടുണ്ടെങ്കിൽ 5 കാര്യങ്ങളെ കൊണ്ട് ചികിത്സിക്കണം. അത് നീ ശീലിക്കണം, നിനക്ക് വിജയിക്കാൻ കഴിയും. നിനക്ക് നന്മ കൊണ്ടും വിജയം കൊണ്ടൊക്കെ നിനക്ക് വിജയശ്രീലാളിതനാവാൻ പറ്റും. എന്തൊക്കെയാണ് വേണ്ടത്? ഖലാഉ ബത്നിൻ വഖുർആനുൻ തദബ്ബുറുഹു കദാ തളറു ബാകിൻ സഅത സഹരി. ഖലാഉ ബത്നിൻ, പട്ടിണി കിടക്കുക. അപ്പൊ ഹൃദയം നന്നാവുന്നതാണ് കുറേ പട്ടിണി കിടന്നാൽ. അതേപോലെ തന്നെ ഖുർആന് തദബ്ബുർ ചെയ്ത, ഖുർആൻ ആലോചിക്കുക, കുറേ ആലോചിക്കുക. നമ്മൾക്ക് ഒരു ദിവസം ഓതാൻ ഇപ്പം നിങ്ങൾ എല്ലാവരും 1 ജുസ് 2 ജുസൊക്കെ ഓതുന്നുണ്ടാവും. ഒരു 1/2 പേജെങ്കിലും എടുത്തിട്ട് ആ 1/2 പേജിന്റെ അർത്ഥം അമാനി തഫ്സീറിലോ അല്ലെങ്കിൽ പർപ്പുരുസാന്റെ പരിഭാഷയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈനിൽ ഖുർആൻ ക്ലാസ് ഇട്ടാണ്, ഞാൻ ഖുർആൻ ക്ലാസ് കേട്ടിട്ടോ ഒന്ന് ആലോചിക്കുക, ഈ ആയത്തുകളെ പറ്റി ആലോചിക്കുക. അപ്പോൾ ഹൃദയം നന്നാകും. അതേപോലെ തന്നെ നമ്മൾ ഈ അത്തായത്തിന്റെ സമയം ഉണ്ടല്ലോ, ആ സമയം നല്ല ടൈമാണ്. അവിടെ കരഞ്ഞുകൊണ്ട് കുറേ കരഞ്ഞ് അല്ലാഹുക്ക് ഇബാദത്തെടുക്കുക. ثم التهجد جنح الليل أوسطه وأن تجالس أهل الخير والخبر. പിന്നെ അടുത്തത് തഹജ്ജുദാണ്. 4മത്തേത് രാത്രി അന്ത്യാമങ്ങളിൽ തഹജ്ജു നിസ്കരിക്കുക. തഹജ്ജു നിസ്കരിക്കുന്ന ഖൽബിനെ നന്നാക്കും. അതേപോലെ തന്നെ നല്ല ആളുകളുമായി കൂട്ടുകൂടുക, ഇൽമും ഖബറും ഖൈറുമുള്ളവരുമായി കൂട്ടുകൂടുക, ഇൽമും ഖൈറുമുള്ളവരുമായിട്ട് കൂട്ടുകൂടുക, നല്ല ഖൽബിന് മാറ്റം ഉണ്ടാക്കും. മോശപ്പെട്ട കൂട്ടുകാരുമായി നടന്നാൽ ഖൽബ് എന്തായാലും മോശപ്പെടും. നമുക്ക് വൃത്തികെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞിരുന്ന കൂട്ടുകാരാണെങ്കിൽ, ദുനിയാവിൻ്റെ ചർച്ചകളിലേക്ക് മാത്രം നമ്മളെ കൊണ്ടുപോകുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ഹൃദയം കേടനെ ചെയ്യും. നമ്മൾ അങ്ങാടികളിൽ പോകുമ്പോൾ, സദസ്സുകളിൽ ഇരിക്കുമ്പോൾ നമ്മൾ ദുനിയാവിൻ്റെ വിഷയവും രാഷ്ട്രീയവും അതേപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രം ചർച്ച ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്കതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ ഇടയ്ക്ക് പരലോകത്തെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിക്കുന്ന അവരെ പലപ്പോഴും ആളുകൾക്ക് വെറുപ്പാണ് ഈ കാലഘട്ടത്തിൽ. ദീന് പറഞ്ഞ ആ ചങ്ങായിനോട് ദേഷ്യമാണ്, എന്നാൽ അത് ഇവിടെ പറയേണ്ടിയില്ല എന്നൊക്കെ പറയും. അങ്ങനത്തെ ചങ്ങായിമാരെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ തൗഫീഖാണ്.
നമ്മൾക്കിപ്പോൾ നമ്മുടെ നിസ്കാരമൊക്കെ നമ്മുടെ റവാത്തിബ് സുന്നത്തുകളൊക്കെ ഓക്കെ ആണോ, ഞാൻ നിസ്കരിച്ച് നോക്കണം, അങ്ങനത്തെ കൂട്ടുകാരെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. അതാണ് 5ാമത്തെ മാർഗവും, നല്ല കൂട്ടുകാരെ കൂടെ കൂടുക. ചില ആളുകളെ കണ്ടാൽ തന്നെ അള്ളാഹിനെ ഓർമ്മ വരും, അങ്ങനത്തെ ആളുകളുണ്ട്, അവരെ കൂടുക. ചില ആളുകളെ കണ്ടാൽ തന്നെ അള്ളാഹിനെ അകലും, ചില ആളുകളെ കണ്ടാൽ തന്നെ അള്ളാഹിനെ ഓർമ്മ വരും. അങ്ങനത്തെ ആളുകളുടെ കൂടെ കൂടാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സംഭവം പറയലുണ്ട്, കുന്നാ ഇദസ്തദ്ദ ബിനൽ ഖൗഫു വസാഅത് മിനൽ ദുനൂൻ വലാഖത് ബിനൽ അർളു. ഞങ്ങളിങ്ങനെ ഭയങ്കര മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുകയും ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്താൽ അതൈനാഹു, ഞങ്ങൾ അദ്ദേഹത്തെ സമീപിക്കുമായിരുന്നു. അതായത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയുടെ അടുത്തേക്ക് ചെല്ലുമായിരുന്നു എന്നാണ്. നല്ല ഉസ്താദിനു. ആ ഉസ്താദിനെ കണ്ടാൽ തന്നെ, അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടാൽ തന്നെ ഞങ്ങളുടെ കൽബാണ് വിശാലമാകുന്നതാണ്. അപ്പോൾ നല്ല ഉസ്താദുമാരെ കിട്ടുക എന്നൊക്കെ ഉള്ളതാണ് ഏറ്റവും നല്ല മാർഗം. നല്ല ആളുകളുടെ കൂടെ കൂടുക, അത് വല്ലാത്തൊരു ഭാഗ്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതേപോലെ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ജാഫർ ബിൻ സുലൈമാൻ എന്നവർ പറഞ്ഞു, എനിക്കെന്തെങ്കിലും ഹൃദയത്തിന് കടുപ്പം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ മുഹമ്മദ് ബിൻ വാസി എന്ന എൻ്റെ ഉസ്താദിനെ കണ്ട് സമീപിക്കാറുണ്ട്. അദ്ദേഹത്തെ കണ്ടാൽ സമാധാനമാകും എന്നുള്ള അർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ ആ രൂപത്തിലുള്ള ആളുകളുമായി കൂട്ടുകൂടാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ മാത്രമല്ല, മരണത്തെക്കുറിച്ച് ഇടക്കിടക്ക് ഓർക്കുക, മരണമാസന്നമായവരെ സന്ദർശിക്കുക. ചില ആളുകൾ മരിക്കാൻ കിടക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പോകേണ്ടവരാണല്ലോ എന്നൊരു ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഹൃദയം നന്നാവും. അപ്പോൾ നമ്മൾ കുറേ ദുനിയാവണം മറക്കാൻ ഇത് വലിയ സഹായമായിരിക്കും. അതേപോലെ തന്നെ കൽബിനെ നശിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് എത്ര വിട്ട് നിൽക്കാൻ പറ്റും അത്ര വിട്ട് നിൽക്കുക. 40 കൊല്ലം എൻ്റെ ശരീരത്തെ നന്നാക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചു എന്ന് ഇബ്നുൽ മുൻകദിർ എന്നവർ പറഞ്ഞു. കാബത്തു നഫ്സി 40 സനതൻ, 40 കൊല്ലം പരിശ്രമിച്ചു. 40 കൊല്ലം അത്ര പ്രയാസമാണ്. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ അറുക്കാൻ കൊണ്ടുപോകണ പോത്തിനെ പോലെയാണ്, ഇങ്ങോട്ട് വരൂല, പിടിച്ചാൽ കിട്ടൂല. എത്ര നമ്മൾ ക്ലാസ് കേട്ടാലും വാള് കേട്ടാലും ആ സന്ദർഭത്തോട് നമ്മൾ അടുത്താൽ നമ്മുടെ ഈമാനാണ് വെളിവാകും. ഇപ്പം ഇവിടെ നിന്നാണ് ഇറങ്ങി നമ്മുടെ മൊബൈൽ ഫോണായിട്ടാണ് ഇറങ്ങിയ കാണാൻ നമ്മുടെ അവസ്ഥ. നമ്മൾ പണ്ടത്തെ പോലെ തന്നെ പിന്നെയും ശങ്കരൻ തെങ്ങി തന്നെ എന്നൊക്കെ പറഞ്ഞ പോലെയാണ് നമ്മുടെ അവസ്ഥ ഉണ്ടാവുക. നമ്മൾ പിന്നെയും അതേ ഇതിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ പരിശ്രമിക്കണം, നല്ലോണം പരിശ്രമിച്ചാൽ ഹൃദയം നന്നാകും. നമ്മുടെ ശരീരത്തെയാണ് നന്നാക്കാൻ ശ്രമിക്കുക, അടിച്ച് നന്നാക്കുക എന്നൊക്കെ പറയില്ല. അതേപോലെ നമ്മളെ മക്കളെ നന്നാക്കാൻ നമ്മളായി നന്നാവണല്ലോ. നമ്മൾ എണീച്ചിട്ടില്ലെങ്കിൽ നമ്മളെ തന്നെ കുറ്റം പറയാം, എന്താണ് എന്ന് പറയാം. നമ്മളാണിപ്പോൾ പള്ളിയൊക്കെ പോകുന്ന ആൾക്കാർ, നമുക്ക് നിസ്കാരത്തോടൊരു താല്പര്യമില്ല, അങ്ങനെ നന്നാക്കുക. ഞാൻ ഇനി മുഫ്സിദാത്തുൽ ഖൽബ് പറയാം, കൽബിനെ കേട് വരുത്തുന്ന കാര്യങ്ങൾ പറയാം. കൽബിനെ നന്നാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. കൽബിനെ കേട് വരുത്തുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണുണ്ടോ? ഇത് കഴിഞ്ഞാൽ നമുക്കാണ് അവസാനിപ്പിക്കാനോ. ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ 1500 പേജ് ഉണ്ട്. ഇത് പല ഭാഗങ്ങളും സ്കിപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ. ഇനിയാണ് നാളെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇഖ്ലാസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്. ഇഖ്ലാസ് നാളെയാണ്, അത് കഴിഞ്ഞിട്ടാണ് യഖീൻ, സബ്ർ. അങ്ങനെ ഒരു 6 നമുക്ക് പറയാൻ പറ്റും, 5 നമുക്ക് എന്തായാലും പറയാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അത് വിശദമായി പഠിച്ച് തന്നെ പറയണം. ഓരോ കർമ്മങ്ങളും നമുക്ക് പഠിച്ച് പറയണം. കൽബിനെ കേട് വരുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൽബിനെ കേട് വരുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അല്ലാഹുവല്ലാത്തവരുമായി നമ്മുടെ ഹൃദയം ബന്ധപ്പെട്ടാൽ എത്രത്തോളം എന്ന് ചോദിച്ചാൽ അവർ പറയുന്നൊക്കെ നമ്മൾ ചെയ്യും. അങ്ങനെ ഒരു ബന്ധപ്പെടൽ, നമ്മൾ അള്ളാഹുവിനോട് ബന്ധമൊന്നുമില്ല, വേറെ പല സൃഷ്ടികളുമായി നമുക്ക് ബന്ധമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ കൽബ് പെട്ടെന്ന് കേടുവരും. അള്ളാഹ്ക്ക് വേണ്ടിയേ നമ്മൾ ഇഷ്ടപ്പെടാവൂ. നമ്മളൊരാളെ നന്നായി സ്നേഹിക്കുന്നുണ്ട്, അതൊന്നും വേണ്ടതല്ല പറയണത്. അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക. ഒരാളെ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടുക, അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കുക, അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുക, അള്ളാഹ്ക്ക് വേണ്ടി തടയുക. ഇത് മാത്രമാണ് ദീൻ്റെ ഈമാൻ പൂർത്തീകരിക്കാനുള്ളതാണ്. മൻ അഹബ്ബ ലില്ലാഹ് വ അബ്ഗദ ലില്ലാഹ് വ അഅതാ ലില്ലാഹ് വ മനഅ ലില്ലാഹ്. ആരെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെട്ടാൽ, അള്ളാഹ്ക്ക് വേണ്ടി വെറുത്താൽ, അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്താൽ, അള്ളാഹ്ക്ക് വേണ്ടി തടഞ്ഞാൽ ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവൻ ഈമാൻ പൂർത്തീകരിച്ചു. അപ്പം അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മളെ തടയുന്ന എല്ലാത്തിലും നമ്മൾ വിട്ടു നിൽക്കുക. അള്ളാഹുവുമായുള്ള ബന്ധത്തിൽ നമ്മളെ തടയുന്ന എല്ലാത്തുമായിട്ട് നമ്മൾ വിട്ടു നിൽക്കുക. ഇപ്പോൾ നമുക്കിപ്പോൾ അനുഭവം പറയുകയാണെങ്കിൽ, ഇതിലിപ്പോൾ ഷെയ്ഖ് കൊടുത്തൊരു കാര്യമാണ്. തനിക്ക് അനുവദിക്കപ്പെട്ട സ്ത്രീ ആണെങ്കിലും ഒരാളൊരു പെണ്ണിൻ്റെ അടിമയായി തീർന്നാൽ ആ പെണ്ണ് പറയുന്നതും കേൾക്കുള്ളൂ. തനിക്ക് അനുവദിക്കപ്പെട്ട ഭാര്യമാരനെ ആയിക്കോട്ടെ, അനുവദിക്കപ്പെട്ട സ്ത്രീയാണ്, പക്ഷെ ഒരു പെണ്ണിൻ്റെ അടിമയായി കഴിഞ്ഞാൽ അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഇയാൾ തയ്യാറാകും.
ഈ ഒരവസ്ഥ ഉണ്ടാകാതെ ഇപ്പോഴും നമ്മൾ അള്ളാഹുവുമായിട്ട് കീഴ്പ്പെടുന്ന ഒരവസ്ഥ, അള്ളാഹുവുമായിട്ട് ബന്ധം പുലർത്തുന്ന, വേറെ ആയിട്ട് ബന്ധമില്ലാത്തൊരവസ്ഥ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിലേറ്റവും കൂടിയ ഫോമാണ് ഷിർക്ക്. അതിന് ഏറ്റവും വലിയ രൂപമാണ് ഷിർക്ക്. അതെന്താ കാരണം? അള്ളാഹു അല്ലാത്തവരുമായി ഹൃദയത്തെ ബന്ധിപ്പിച്ചാൽ സ്വാഭാവികമായിട്ട് അതിലേക്ക് തിരിയും. സ്വാഭാവികമായിട്ടും ഖബർ ചെന്നിട്ട് ചോദിക്കും, നിങ്ങളെന്നെ കാക്കണേ, നിങ്ങളെന്നെ രക്ഷിക്കണേ എന്നൊക്കെ ചോദിക്കും. കാരണം അവിടെ ബന്ധപ്പെടൽ ആ ഹൃദയവും ആ ജാറവുമായി ബന്ധപ്പെട്ടു. അങ്ങനെ ഷിർക്ക് വരും. അത് നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അള്ളാഹുമായിട്ട് തിരിഞ്ഞ് നമ്മുടെ ഹൃദയം ഏറ്റവും കൂടുതൽ നന്നാവും. വേറെ ആരിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ ഹൃദയം കേടുവരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഹൃദയത്തെ കേടുവരുന്ന അടുത്തൊരു കാര്യമാണ്, ഏത് കാര്യം ഓവറായ ഹൃദയം കേടുവരും. ഏത് കാര്യം ഓവറായാലും ഭക്ഷണം കഴിക്കൽ ആവശ്യത്തിനപ്പുറത്ത്, റമദാൻ മാസത്തിലെല്ലാം ശ്രദ്ധിക്കുക. നമുക്ക് ചിലപ്പോൾ തറാവീക്ക് ആവേശം കിട്ടാതിരിക്കാനുള്ള കാരണം അതേക്കാരം. ആവശ്യത്തിനപ്പുറത്ത് ഭക്ഷണം കഴിച്ചാൽ ഹൃദയം കേടുവരും. വെള്ളം ആവശ്യത്തിന് അപ്പുറത്ത് നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കണം. അതേപോലെ തന്നെ ഉറക്കം ആവശ്യത്തിനപ്പുറത്ത് ഉറങ്ങും. ചില ആളുകൾ റമദാൻ മാസത്തിൽ എങ്ങനെയാണ് സമയം പോകാന്ന് ആലോചിച്ചിട്ട് ഉറങ്ങി തീർക്കുക എന്നുള്ള ഇതിലേക്കാണ് അവർ അവസാനം എത്തിച്ചേരുക. കുറച്ചിറക്കാത്ത ഉറങ്ങുക, അങ്ങനെയാണ് പലരും. ഉറക്കം കൂടിക്കഴിഞ്ഞാൽ കൽബ് കേടുവരും. സംസാരം കൂടിക്കഴിഞ്ഞാലും ഹൃദയം കേടും. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഭക്ഷണം, പാനീയം, ഉറക്കം, സംസാരം. ഇതൊക്കെ അതിൻ്റെ ഒക്കെ ഫുദൂലുകൾ എന്നാണ് പറയാ അറബിയിൽ. അതൊക്കെ അധികമായി കഴിഞ്ഞാൽ, അനാവശ്യമായി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം കേടുവരും. അനാവശ്യമായി ചിരിച്ചാൽ ഹൃദയം കേടുവരും. അത് ഹൃദയത്തെ നന്നായി സ്വാധീനിക്കും എന്നുള്ളതാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഖസ്ലതാനി തുഖസ്സിയാനിൽ ഖൽബ, 2 കാര്യങ്ങൾ ഹൃദയത്തെ കടുപ്പിക്കും. കസ്റത്തുൽ കലാം, ധാരാളമായി അനാവശ്യമായി സംസാരിക്കൽ. വകസ്റത്തുൽ അക്ലി, ധാരാളമായി ഭക്ഷണം കഴിക്കൽ എന്നുള്ളതാണ്. ഒരു പണ്ഡിതൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, എല്ലാ കാര്യത്തിനും ഒരു തുരുമ്പിടിക്കലുണ്ട്. ഇപ്പോൾ ഗ്ലാസ് തുരുമ്പിടിക്കൽ അല്ലെങ്കിൽ ഇരുമ്പ് തുരുമ്പിടിക്കൽ, അതേപോലെ നമ്മുടെ വയറ് നിറഞ്ഞാലാണ് ഇത്തരം ഹൃദയം തുരുമ്പിടിക്കുക. വയറ് നിറഞ്ഞ് കുറേ ഏമ്പക്കം വിട്ട് കുറേ ആവശ്യത്തിനും അതിൻ്റെ അപ്പുറത്തും പിന്നെയും കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം തുരുമ്പ് പിടിക്കും എന്നുള്ളതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കുറച്ച് വിശന്നിരിക്കലാണ് ചിലപ്പോഴൊക്കെ നല്ലത് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 മാസമൊക്കെ ഈത്തപ്പഴം വെള്ളം കൊണ്ട് മാത്രം കഴിച്ചു കൂട്ടി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. ഹൃദയം നന്നാവണമെങ്കിൽ നല്ലൊരു മാർഗം തന്നെയാണ് അത് നമ്മൾ മനസ്സിലാക്കുക. ഏത് കാര്യവും കൂടിയാൽ അത് അപകടം ചെയ്യും. അത് നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കും എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ നമ്മളുടെ കൽബിനെ നശിപ്പിക്കുന്ന ഒരുപാട് സാധനങ്ങളൊന്നും കിട്ടും. ഇപ്പോൾ ചെറിയ മക്കൾക്കാണെങ്കിൽ ഗെയിം, ആലോചിച്ചോക്കുക. ചെറിയ മക്കൾക്കാണെങ്കിൽ ഗെയിം കളിക്കണ ആസ്വാദനം, നമ്മുടെ സമയം വെറുതെ നഷ്ടപ്പെടുകയാണ്. മാത്രമല്ല നമുക്ക് അതുകൊണ്ടൊരു ഉപകാരമല്ല. പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഗെയിമിൽ ഒരു സ്കോർ ഇട്ടിക്കഴിഞ്ഞാൽ വലിയ പ്രതിഫലം തരില്ലല്ലോ, ഇല്ല. അതേപോലെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, അതിലൊക്കെ അനാവശ്യമായ കാര്യങ്ങൾ. നമ്മൾ പറയും ഞാൻ ആവശ്യമുള്ളത് മാത്രമേ ഫോണിൽ എടുക്കുള്ളൂ എന്ന്. നമുക്ക് നെഞ്ച് തൊട്ട് പറയാൻ പറ്റുമോ നമുക്ക് ഹലാലായ കാര്യങ്ങൾ മാത്രമേ അതിൽ വരുന്നുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ കൽബിനെ നശിപ്പിക്കുന്ന ഒരുപാട് സാധനങ്ങൾ അതിൽ വരലുണ്ട്. അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. അത് നമ്മുടെ ഖുർആനോത്തിനെയും സ്വാധീനിക്കുന്നുണ്ട്. അത് നമ്മുടെ നിസ്കാരത്തെയും സ്വാധീനിക്കുന്നുണ്ട്, ഒക്കെ സ്വാധീനിക്കുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കൽബിനെ വൃത്തിയാക്കൽ, ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കൽ വളരെ അത്യാവശ്യമാണ്. ഇടയ്ക്ക് വൃത്തിയാക്കണം. അള്ളാഹുവിനോട് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം. ചില ആളുകളുടെ ഹൃദയത്തിൽ അള്ളാഹു സീല് വെക്കുമെന്ന് പറയണ കേട്ടില്ല നിങ്ങൾ? ആ 4 കാര്യങ്ങൾ ഹൃദയത്തെ മരിപ്പിക്കുന്നതാണ്. അർബഉൻ യുമിത്നൽ ഖൽബ. 1, ഒരു തെറ്റിന്റെ മോൾക്ക് പിന്നെയും തെറ്റിയ, തെറ്റോട് തെറ്റ്. ഒരു ഹറാമ് ചെയ്തു, പിന്നെയും ഹറാമ് ചെയ്യുക, പിന്നെയും ഹറാമ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ സ്ത്രീകളോട് അനാവശ്യമായി, സ്ത്രീകളോട് ഒരുപാട് സംസാരിക്കുക. അങ്ങനെ അതെന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ അനാവശ്യമായിട്ടും അതേപോലെ തന്നെ ഹറാമായ രൂപത്തിലൊക്കെ അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ മോശപ്പെട്ട ആളുകളുമായിട്ട് വിഡ്ഢിയുമായി കൂട്ടുകൂടുക. അതേപോലെ തന്നെ മരിച്ചവരുമായി കൂട്ടുകൂടുക. അങ്ങനെ മരിച്ചവരുമായിട്ട് കൂട്ടുകൂടുക. മരിച്ചവരെന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കുറിച്ചും ആലോചന അല്ല, ദീനിനെ കുറിച്ചും ആലോചന അല്ല. നമ്മുടെ കൂട്ടുകാരെ കുറിച്ച് ആലോചിച്ച് നോക്കി ആദ്യം. നമ്മുടെ കൂട്ടുകാർ, നമ്മൾ അങ്ങാടിയിലൊക്കെ സംസാരിക്കുക നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. ഇവർ നമ്മളെ പരലോകത്തെക്കുറിച്ച് ആലോചിപ്പിക്കാറുണ്ടോ സഹോദരങ്ങളെ, സഹോദരിമാരെ? നമ്മൾ വൈകുന്നേരമൊക്കെ ഇരിക്കണ സദസ്സുകളിൽ പരലോകം പഠിപ്പിച്ചു തരലുണ്ടോ? നമുക്ക് മരിച്ചു പോകണ്ടേന്ന് തോന്നിപ്പിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ നമ്മുടെ ഹൃദയത്തെ നശിപ്പിക്കും.
എന്ന് പണ്ഡിതന്മാർ പറയാണ്. പിന്നെ ഒരു കൈപ്പടം പോലെയാണ് ഹൃദയം. ഒരു തെറ്റ് ചെയ്താൽ ഇതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി ഓരോ വിരലുകൾ നഷ്ടപ്പെട്ട് കൈയിന് ഉപയോഗം. നമ്മൾ വിരലൊക്കെ മുറിഞ്ഞു പോയി, എങ്ങനെ ഉണ്ടാവുക? നമ്മുടെ കയ്യിൽ എല്ലാ വിരലും മുറിഞ്ഞു പോയി, അപ്പോൾ കൈ കാണാൻ നല്ല ചൊറുക്കുണ്ടാവില്ല. ഇതേപോലെ ആകും നമ്മുടെ ഹൃദയം എന്നും പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശഹ്വത്തുകൾ കൂടിയൊരു കാലാണെന്ന്. നമ്മുടെ ഹൃദയമാണ് തകർന്നു പോയി കഴിഞ്ഞാൽ ഹൃദയം കടുക്കും, പിന്നെ ഒരു വാളും അയാൾക്ക് ഉപകരിക്കുകയില്ല. ചിലപ്പോൾ അള്ളാഹു നമ്മളെ ശിക്ഷിക്കുന്നത് അങ്ങനെ ആയിരിക്കും. എല്ലാവരും അള്ളാഹ് ഫിറൗനെ പോലെ വെള്ളത്തിൽ മുക്കി കൊല്ലൊന്നുമില്ല. ഞാനൊക്കെ മനസ്സിലാക്കുന്ന അള്ളാഹ് നമ്മളെ ശിക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശിക്ഷ എന്ന് പറയണതായിരിക്കും കൽബിന് കടുപ്പം തരിക. എത്ര ഖുർആൻ ഓതിയിട്ടും ഒന്നും ആവണില്ല, എത്ര ഹദീസ് കേട്ടിട്ടും നമ്മുടെ ഹൃദയത്തിനൊരു സ്വാധീനം ഉണ്ടാവണില്ല. കാരണം നമ്മുടെ മനസ്സ് കടുത്തുപോയി, കുറേ കേടുകളെ കൊണ്ട് കടുത്തുപോയി. ഈ മൊബൈൽ ഫോണിനെ കൊണ്ടും തോന്നിവാസങ്ങളെ കൊണ്ടും നമ്മുടെ ഹൃദയം പരിശുദ്ധമായ ഹൃദയമാകണം. ഖുർആനും ഹദീസ് കൊണ്ട് തിളങ്ങേണ്ട ഹൃദയമായിരുന്നു നമ്മുടെ ഹൃദയം. ആയത്തുകളെ കൊണ്ട് സുഗന്ധം ഉണ്ടാകേണ്ട ഹൃദയം. നമ്മൾ മലിനമായ വേസ്റ്റ് കൊട്ടനേക്കാളും വേസ്റ്റുള്ള ഹൃദയമായി തീർന്നു നമ്മുടെ ഹൃദയം. വേസ്റ്റ് കൊട്ടയേക്കാളും മണം. ഒരു പക്ഷിയുടെ ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വേറൊരു കിതാബിൽ നിന്ന് എടുത്തൊരു ഉദാഹരണമാണ്. ഒരു പക്ഷി, ഒരു വിശിഷ്ടമായ മരമുണ്ട്. ആ മരത്തിലെ ഫലം അതിവിശിഷ്ടമാണ്. കോടിക്കണക്കിന് രൂപ വിലയുള്ള ഫ്രൂട്ടാണ് അതിലെ ഫലം എന്ന് പറയുന്നത്. ഒരു പക്ഷിക്ക് അത് കഴിക്കാൻ അവസരമുണ്ട്. പക്ഷെ ഈ മരത്തിൻ്റെ താഴെക്കൂടി ഒരു ചാല് വീകുന്നുണ്ട്. ആ ചാലിൽ ചളിവെള്ളത്തിൽ കടിക്കുന്ന കുറേ പുഴുക്കളുണ്ട്. ഈ പക്ഷി പോയിട്ട് ഈ പുഴുക്കളെ കൊത്തി തിന്നാണ്. ഈ പഴം തൊടുന്നേ ഇല്ല. നമുക്ക് ഉദാഹരണം മനസ്സിലായോ? ഒരു പക്ഷി ഒരു മരത്തിലെ അതിവിശിഷ്ടമായ ഫലം കഴിക്കാൻ അവസരം ഉണ്ടായിട്ടും ആ മരത്തിൻ്റെ താഴത്തുകൂടി പോകുന്ന ഓവുചാലിലെ പുഴുക്കളെ കൊത്തി തിന്നാണ്. നമുക്ക് ഖുർആനും ഹദീസൊക്കെ പഠിക്കാൻ അവസരം ഉണ്ടായിട്ടും അതിൻ്റെ രുചി ആസ്വദിക്കാൻ അവസരം ഉണ്ടായിട്ടും നമ്മൾ ആ മരത്തിൻ്റെ ചുവലിലെ ഓവുചാലിലെ നമ്മുടെ ഹൃദയം നമ്മൾ തന്നെ വളരെ ചെറുതാക്കി കളഞ്ഞു. നമ്മുടെ ഹൃദയത്തിൻ്റെ ലക്ഷ്യം നമ്മൾ തന്നെ ചെറുതാക്കി കളഞ്ഞു. അത് നമ്മൾ നല്ല മനസ്സിലാക്കുക. ഒരാളുടെ ഹൃദയം കടുത്തുപോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവയവങ്ങൾക്ക് അള്ളാഹനെ ആരാധിക്കാൻ താല്പര്യമുണ്ടാവുകയില്ല. ഒരാളുടെ ഹൃദയം കടുത്തുപോയാൽ അവയവങ്ങൾക്ക് അള്ളാഹനെ ആരാധിക്കാൻ ഒരിക്കലും താല്പര്യം ഉണ്ടാകില്ല. ഹൃദയം കടുക്കാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കൽബുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അവിടെ പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റണം. തെക്കുവ കൊണ്ട് നമ്മൾ നമ്മുടെ ഹൃദയത്തെ എപ്പോഴും പരിപോഷിപ്പിക്കണം എന്നാണ് പറയാനുള്ളത്. അവസാനിപ്പിക്കുമ്പോൾ ആമുഖം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ വിഷയമൊക്കെ നമ്മുടെ കൽബ് ഈമാന്, കുഫർ, നിഫാഖ് ഇതിലൊക്കെ ഇങ്ങനെ മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പേടിക്കന്നെ വേണം. നമുക്കിപ്പോൾ നിസ്കരിക്കാൻ താല്പര്യമുണ്ട്, അസറാവോ പിന്നെ മടി വരികയാണ്. അങ്ങനെ ഓരോ മടിയൊക്കെ വരുന്നുണ്ട്. നമ്മൾ നല്ലോണം പേടിക്കുക. മാനുഷികമായ മടി ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. മാനുഷികമായ മടിയൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്ക് സഹോദരങ്ങളെ മുൻഗാമികളെ പോലെ നമുക്ക് കരയാനോ നിസ്കരിക്കാനോ ഒന്നും തോന്നണില്ല. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള കേടാണ്. ആ കേടിനെ നമ്മൾ വൃത്തിയാക്കണം. ആ വൃത്തിയാക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കൽബിന് 6 കാര്യങ്ങളുണ്ട്. എല്ലാ ഹൃദയത്തിനും ഖൽബി സിത്തത്തു അശിയ. ഹൃദയത്തിന് 6 കാര്യങ്ങളുണ്ട്. ഹയാത്തുൻ വ മൗതുൻ. ഹൃദയത്തിനൊരു ജീവിതമുണ്ട്, ഹൃദയത്തിനൊരു മരണമുണ്ട്. വസിഹത്തുൻ വ സഖമുൻ. ഹൃദയത്തിനൊരു ആരോഗ്യമുണ്ട്, ഹൃദയത്തിനൊരു രോഗമുണ്ട്. വയഖളത്തുൻ വ നൗമുൻ. ഹൃദയത്തിനൊരു ഉണർവുണ്ട്, ഹൃദയത്തിനൊരു ഉറക്കമുണ്ട്. ഫഹയാത്തുഹുൽ ഹുദാ. ഹൃദയത്തിൻ്റെ ജീവിതം എന്തെന്നറിയുമോ? അത് ഹുദയാണ്, സന്മാർഗമാണ്. വ മൗതുഹു വൽ ളലാല. ഹൃദയത്തിൻ്റെ മരണം വഴികേടാണ്, അല്ലാണ്ട് ദീൻ തെറ്റിപ്പോവാ. വസിഹത്തുഹു ത്വഹാറത്തു വസ്സഫ. ഹൃദയത്തിൻ്റെ ആരോഗ്യം അത് പരിശുദ്ധമാവുക എന്നുള്ളതാണ്. വഇല്ലത്തുഹുൽ ഖുദൂറത്തു വൽ അലാഖ. ഹൃദയത്തിൻ്റെ രോഗം അത് മലിനപ്പെടുക എന്നുള്ളതാണ്. വയഖളത്തുഹു ദിക്റു. ഹൃദയത്തിൻ്റെ ഉണർവ് അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കലാണ്. വനൗമുഹു വൽ ഗഫ്ലത്തു. ഹൃദയത്തിൻ്റെ ഉറക്കം അള്ളാഹുവിനെ മറന്ന് അശ്രദ്ധമായി ജീവിക്കലാണ് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ എന്തൊക്കെയുണ്ട് നോക്കുക. നമ്മൾക്ക് ഹയാത്തുള്ളൊരു ജീവിതമാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. പിന്നെ ശരീരവും ഹൃദയവും തമ്മിലുള്ള ബന്ധം. ശരീരവും ഹൃദയവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ന് വെച്ചാൽ ശരീരവും ഹൃദയവും തമ്മിലുള്ള ബന്ധം
കണ്ണ് കാണാത്ത ഒരാളും ഉണ്ട്, നടക്കാൻ പറ്റാത്തൊരു മുടന്തനും ഉണ്ട്. അപ്പോൾ ഈ നടക്കാൻ പറ്റാത്ത ആള് പറഞ്ഞു, എനിക്ക് ഇത് കാണാം. എന്ത് കാണാം? ഇവിടെ ഫലം കാണാം, ആ പഴത്തിലേക്ക് എനിക്ക് എത്തണം എന്നുണ്ട്, പക്ഷെ എനിക്ക് നടക്കാൻ കഴിയില്ലല്ലോ. അപ്പം എന്നെ ഏറ്റിക്കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഞാൻ വഴി കാണിച്ചു തരാം. അപ്പം ഹൃദയത്തിന് ഇത് കാണുന്നില്ല, അവയവങ്ങളാണ് കൊണ്ടുപോയി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ല, ഹൃദയമാണ് ഇത് കണ്ടെത്തുക, പക്ഷെ നടക്കാൻ കഴിയില്ല, നമ്മൾ അവയവങ്ങൾ അത് കൊണ്ടുപോയി ചെയ്യിപ്പിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഇനിയാണ് നമ്മൾ ഇൻഷാ അല്ലാഹു തആല നമ്മുടെ പ്രധാനപ്പെട്ട ഹൃദയത്തിൻ്റെ കർമ്മങ്ങളുടെ ഓരോ കർമ്മങ്ങളും എടുത്ത് ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളുടെ അവയവങ്ങളുടെ കർമ്മങ്ങളെക്കാൾ പ്രാധാന്യം ഹൃദയത്തിൻ്റെ കർമ്മങ്ങൾക്കുണ്ട് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒക്കെ ആകത്തുക. അത് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മനസ്സിലാകും. ഖൽബിൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ടാണ് സ്വർഗത്തിൽ വലിയ ദറജ കിട്ടുക. ഇന്നലില്ലാഹി ജുലസാ യൗമൽ ഖിയാമത്തി അൻ യമീനിൽ അർശ്. അർശിൻ്റെ വലതുഭാഗത്തായി ഖിയാമത്ത് നാളിൽ അള്ളാഹിൻ്റെ മജ്ലിസിൽ ഇരിക്കുന്ന ചില ആളുകളുണ്ട്. അലാ മനാബിറ മിൻ നൂരിൻ, പ്രകാശത്തിൻ്റെ മിമ്പറുകളിലാണ് അവരുണ്ടാവുക. ഉജൂഹുഹും മിൻ നൂർ, പ്രകാശമായിരിക്കും അവരുടെ മുഖം. ലൈസൂ ബി അംബിയാ, അവർ അംബിയാക്കളല്ല. വലാ ശുഹദാ, അവർ ഷഹീദീങ്ങളുമല്ല. വലാ സിദ്ദീഖീൻ, അവർ സിദ്ദീഖീങ്ങളുമല്ല. പിന്നെ ആരാണ് അവർ ഹുമുൽ മുതഹാബ്ബൂന ബിജലാലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെട്ട ആദർശ സ്നേഹികൾ എന്നൊക്കെ പറയാം നമ്മൾ. അതൊക്കെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ഉണ്ടാകേണ്ടത് എന്നാണ്. അപ്പം ഇത് അമാൽ ഖുലൂബാണ്, ഹൃദയത്തിൻ്റെ കർമ്മമാണ് പുറത്തുള്ള നമ്മളുടെ അവയവങ്ങളുടെ കർമ്മങ്ങളെ പ്രേരിപ്പിക്കുന്നത്. മൻ അറഫല്ലാഹ അഹബ്ബഹു, ആരെങ്കിലും അള്ളാഹിനെ അറിഞ്ഞാൽ അള്ളാഹിനെ ഇഷ്ടപ്പെടും. വമൻ അഹബ്ബല്ലാഹ അത്വാഅഹു, ആരെങ്കിലും അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹുവിനെ അനുസരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ അമൽ ഖൽബ് കേടന്നാൽ പുറത്തുള്ള ഹജ്ജ് തന്നെ ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ അവയവങ്ങളെ കൊണ്ട് ഹജ്ജ് ചെയ്തു, പക്ഷെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കേടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഞാൻ ഹജ്ജ് ചെയ്യണത് ആൾക്കാരൊക്കെ ഒന്ന് കണ്ടോട്ടെ, ഇന്ന ഹാജിരുന്ന ആൾക്കാരൊക്കെ ഒന്ന് വിളിച്ചോട്ടെ എന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ കർമ്മം മുഴുവൻ ബാത്തിലാണ്. അതാണ് ഹൃദയത്തിൻ്റെ കർമ്മങ്ങളുടെ പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ പുറത്തുള്ള അവയവങ്ങളുടെ കർമ്മങ്ങളെക്കാൾ പ്രയാസമാണ് ഇത് നന്നാക്കാൻ. ഇഖ്ലാസ് അള്ളാഹ്ക്കാണ് കിട്ടുക. നമ്മുടെ മനസ്സിൽ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഒന്നുകൂടി ചോദിക്കുകയാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണത്താലാണോ, അള്ളാഹുവിനോടുള്ള ഇഷ്ടം കാരണത്താലാണോ നമ്മൾ നിസ്കരിച്ചത്? അള്ളാഹുവിനോടുള്ള പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണോ നമ്മൾ നിസ്കരിച്ചത്? അള്ളാഹിനോടുള്ള ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്നോ? നമ്മൾ നിസ്കരിക്കുമ്പോൾ ഉണ്ടായിരുന്നോ? നമ്മൾ നിസ്കരിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നോ? അപ്പം അത് ഉണ്ടാക്കിയെടുക്കുക കുറച്ച് പണി തന്നെയാണ്. കൂടുതൽ പ്രതിഫലവും അതിന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക. ചില ആളുകൾ ഉറങ്ങായിരിക്കും, പക്ഷെ അവർക്ക് നല്ല പ്രതിഫലം കിട്ടും. ചില ആളുകൾ നിസ്കരിക്കായിരിക്കും, പക്ഷെ അവരുടെ പ്രതിഫലമൊക്കെ നഷ്ടപ്പെടും. ഇതൊക്കെ ഹൃദയത്തിൻ്റെ കർമ്മം കൊണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഹൃദയത്തിൻ്റെ കർമ്മം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ അടയാളങ്ങളും വളരെ വലുതാണ്. ഞാൻ ഈ ടോപ്പിക്ക് ഇവിടെ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ഇതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ സൂചിപ്പിക്കുക. പ്രധാനപ്പെട്ട എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ ഇൻഷാ അല്ലാഹ് ഒന്നാമത്തെ ഹൃദയത്തിൻ്റെ കാര്യം 16 കാര്യങ്ങൾ പറയാനുണ്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നു പോകുന്ന. അതിലൊന്നാമത്തത് ഇഖ്ലാസാണ്. അതിനെപ്പറ്റി വിശദമായൊരു പഠനമായിരിക്കും ഇൻഷാ അല്ലാഹ് നാളെ ഉണ്ടാവുക. പണ്ഡിതന്മാർ ഖുർആനും ഹദീസും പിന്നെ പണ്ഡിതന്മാരുടെ ഇബാറത്തുമാണ് ഈ കിതാബിൻ്റെ അടിസ്ഥാനം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയം നല്ല ഹൃദയമാക്കി തീർക്കട്ടെ. മനസ്സ് നന്നായി കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങൾ സ്വാഭാവികമായിട്ട് നന്നാവും. മനസ്സ് നന്നായി കഴിഞ്ഞാൽ, ഹൃദയം നന്നായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ഉഷാറാകും. താല്പര്യം ഉണ്ടാവും സഹോദരങ്ങൾ, നല്ല താല്പര്യം ഉണ്ടാകും. നമ്മുടെ ഹൃദയം വൃത്തിയുള്ള, നമ്മൾ ഇനി നശിപ്പിക്കരുത് നമ്മുടെ ഹൃദയത്തെ. നമ്മൾ കുറേ കണ്ട് കേടെടുത്തിക്കണമെങ്കിൽ ഇനി അത് വലിച്ചെറിയാം. റമദാൻ മാസത്തിലെങ്കിലും നമ്മൾ ശീലിക്കുക. മോശപ്പെട്ടത് കാണൂല, അനാവശ്യമായിടത്തേക്ക് പോലെ. നമ്മുടെ ഹൃദയം പിന്നെയും കേട് വന്നാൽ ആലോചിച്ച് നോക്കുകയാണ്. പിന്നെയും കേട്, നമ്മൾ പിന്നെയും നിസ്കാരത്തേക്ക് ബേക്കിലാവും, നമ്മൾ പിന്നെയും കർമ്മത്തിൽ പിറകിലാവും. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായ ഒരു പ്രവർത്തനങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകണം. ഹൃദയം നന്നാക്കാൻ ഫറായിദ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ഹൃദയത്തിൻ്റെ കർമ്മങ്ങളൊക്കെ ഉഷാറായിക്കണോ, ഞാൻ ഉള്ളിലുള്ളതാണോ പുറത്ത് ചെയ്യുന്നത്, എൻ്റെ ഉള്ള് ഭംഗിയുള്ളതാണോ, സുഗന്ധമുള്ളതാണോ,
സൗന്ദര്യമുള്ളതാണോ നമ്മളെപ്പോഴും പരിശോധിക്കണം. ഇന്ന ഫിദ്ദുന്യ ജന്ന എന്നുള്ള പറയാം. ദുനിയാവിലൊരു സ്വർഗമുണ്ട്, ദുനിയാവിലൊരു സ്വർഗമുണ്ട്. മല്ലം യദ്ഖുൽഹാ ലം യദ്ഖുൽ ജന്നത്തൽ ആഖിറ. ആ സ്വർഗത്തിൽ ഒരാൾ പ്രവേശിച്ചിട്ടില്ല എങ്കിൽ അയാൾ ആഖിറത്തിലെ സ്വർഗത്തിൽ പ്രവേശിക്കും. അതെവിടെ? അത് അലക്സാണ്ട്രിയയിലും യൂറോപ്പിലും അതേപോലെ തന്നെ അറ്റ്ലാന്റിക്കിലും പിന്നെ അന്റാർട്ടിക്കയിലും നല്ല സ്വർഗം. ആ സ്വർഗം നമ്മുടെ മനസ്സിലാണ്. അള്ളാഹിനെ ആലോചിച്ചുകൊണ്ടുള്ളൊരു സ്വർഗ്ഗമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ ഹൃദയം അള്ളാഹുവിൻ്റെ ആലോചനകളെ കൊണ്ട് ഈ റമളാൻ മാസത്തിൽ നല്ല സുന്ദരമായ ഹൃദയമാകണം. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. നമ്മളിന്ന് വന്നുപോയിട്ടുള്ള പാപങ്ങൾ റബ്ബ് പുറത്തു തരട്ടെ. ഹൃദയത്തെ നന്നാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കട്ടെ. എപ്പോഴും അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക് എന്ന് പ്രാർത്ഥിക്കുക. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അള്ളാഹ്, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു തരണേ. അല്ലാഹുമ്മ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് എന്ന് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ തുഹിർ ഖൽബി, അല്ലാഹുവേ എൻ്റെ ഹൃദയത്തെ നീ പരിശുദ്ധിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൽ ഖതായ ബിൽ മാഇ വസ്സൽജി വൽ ബർദ് എന്നൊക്കെ നമ്മൾ വെള്ളം കൊണ്ടും ആലിപ്പയം കൊണ്ടും മഞ്ഞുകൊണ്ടൊക്കെ എൻ്റെ ഹൃദയത്തെ വൃത്തിയാക്കണേ എന്ന് പ്രാർത്ഥിക്കുക. നല്ല ഹൃദയമാണെങ്കിൽ നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാകും, മോശ ഹൃദയമാണെങ്കിൽ മോശം പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. പുറത്ത് ചിലപ്പോൾ എത്ര ഉഷാറാണെങ്കിലും അകം കേട് വന്നാൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തം സ്വാലിഹായ ഒരു അമലായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഹൃദയത്തെ റബ്ബ് പരിശുദ്ധിപ്പെടുത്തട്ടെ. ഹാദാ വല്ലാഹു അലം വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന വഹബീബിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.